ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ചൈത്ര നവരാത്രി രാമനവമി ആശംസകൾ. പുരുഷ സൂക്തമാണ് നമ്മളിവിടെ വൈകുന്നേരം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്ന് ചൊല്ലിയിട്ട് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് വരാം. ഓം തത്സംയോരാവൃണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപദയേ ദൈവീ സ്വസ്തിരസ്തു നഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ജിഗാതു ഭേഷജം ശന്നോ അസ്തുദ്ധിപതേ ശം ചതുഷ്പദേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹസ്രശീർഷാ പുരുഷഃ സഹസ്രാക്ഷഃ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദ്ദശാങ്കുലം. പുരുഷ ഏവേദഗും സർവം യദ്ഭൂതം യచ్చ ഭവ്യം ഉതാമൃതത്വസ്യേഷാനഃ യദന്യേനാദിരോഹതി. ഏതാവാനസ്യ മഹിമാ അതോ ജ്യായാഗംശ്ച പൂരുഷഃ. പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ത്രിപാദൂർധ്വ ഉദൈ പുരുഷഃ പാദോസ്യേഹാഭവാത് പുനഃ. തതോ വിശ്വം വിക്രാമത് ശാസനാനശനേ അഭി. തസ്മാത് വിരാടജായത विराजो अधिपूरुषः सजातो अत्यरिच्यत
पश्चात् भूमिमघो पुरः यत्पुरुषेण हविषा देवा यज्ञमतन्वताम् वसन्तो अस्यासीदाज्यम् ग्रीष्म इद्मः शरद्रविः सप्तास्यासन् परिदयः त्रिसप्तः समिदकृताः देवा यद्यज्ञम् तन्वानाः अभद्रन् पुरुषं पशुम् तैयज्ञम् बर्हिषि प्रोक्षन् पुरुषं जातमग्रदः तेन देवा अयजन्त साध्या ऋषयश्च ये तस्माद्यज्ञाल् सर्वहुतः समृद्धं प्रशदाज्यम् पशुगंस्तागंश्चक्रे वायव्यान् आरण्यान् ग्राम्याश्च ये तस्माद्यज्ञात् सर्वहुतः ऋचः सामानि जज्ञिरे छन्दागंसि जज्ञिरे तस्माद् यजुस्तस्मादजायत तस्मादश्वा अजायन्त एके चोभयागतः गावोह जज्ञिरे तस्माज्जादा अजावयः यत्पुरुषं व्यदधुः कदिदा व्यकल्पयन् मुगं किमस्य कौ बाहु कावूरूपागावुच्येते ब्राह्मणोऽस्य मुखमासीत् बाहुराजन्यकृतः ऊरू तदस्य यद्वैश्यः पद्भ्यागं शूद्रो अजायत चन्द्रमा मनसो जातः चक्षो सूर्यो अजायत मुखादिन्द्रश्चाग्निश्च प्राणाद् वायुरजायत नाभ्या आसीदन्तरिक्षं शीर्ष्णोऽव्यौ समवर्तत पद्भ्यां भूमिर्दिशस्रोत्राद् तथा लोकागम् अकल्पयन् वेदाहमेतं पुरुषं महान्तम् आदित्यवर्णं तमसस्तु पारे सर्वाणि रूपाणि विजित्य धीरः नामानि कृत्वा विवदन् यदास्ते दादा पुरस्ताद्यमुदा जहार शक्रः प्रविद्वान् प्रदिशश्च दस्रः तमेवं विद्वानमृत इह भवति नान्यः पन्था अयनाय विद्यते यज्ञेन यज्ञमयजन्त देवाः तानि धर्माणि प्रथमान्यासन् तेहनाकं महिमानः सचन्दे यत्र पूर्वे साध्या सन्ति देवाः ओम नमो नारायणाय ओम शांति 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 ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമോ നോക്കാലോ ഇനിയിപ്പോ എനിക്ക് ഇന്നലെ മാഷ് ഓർമ്മിപ്പിച്ചപ്പോഴാണ് 5-ാം തീയതി വരെയുള്ളൂ നമ്മൾ അല്ലെ 6-ാം തീയതി രാമനവമി ആയി ഒരു ദിവസം കുറവാണ് 5-ാം തീയതി വിളക്കുപൂജ അപ്പൊ 4-ാം തീയതി വരെ ഉള്ളൂ 5-ാം തീയതി വിളക്കുപൂജ 4-ാം തീയതി 6-ാം തീയതി രാമനവമി അത് നമ്മുടെ ഗുരുമൂർത്തി വരുന്നുണ്ട് അല്ലെ എന്ന് പ്രഭാഷണം അപ്പൊ നമുക്ക് 4-ാം തീയതി വരെ ഉള്ളൂ നാളെയും മറ്റന്നാളും അതിൽ തന്നെ നാളെ കുറച്ച് സമയം എനിക്ക് പോകും നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാനുണ്ട് നാളെ അത് 5:15 മറ്റെയാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം വളരെ ചിലപ്പോൾ വൈകിയാലും വൈകും നോക്കാം അപ്പൊ ഇന്നും മറ്റന്നാളെ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൂ വേഗം നമുക്ക് മുന്നേറാം ഈ കാണുന്ന സ്ഥൂല പ്രപഞ്ചം അവന്റെ ഈശ്വരന്റെ പുരുഷന്റെ മഹിമയാകുന്നു. എന്നാൽ പുരുഷനാകട്ടെ ഇതിലും ജായാനാണ്, അഥവാ
അതിക്രമിച്ച് നിർത്തുന്നു. അവന്റെ പാദം മാത്രമാണ് ഈ വിശ്വമായി ഭവിച്ചിരിക്കുന്നത്. അഥവാ 4/1 വിശ്വം, ചെറിയൊരു അംശം മാത്രമാണ് വിശ്വം. ത്രിപാദ് അമൃതം ദിവി, 3 ഭാഗം ദിവി അമൃതം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത രീതിയിൽ അവ്യക്തമായിരിക്കുന്നു, അനന്തമായിരിക്കുന്നു, എല്ലാത്തിനും അതീതമായിരിക്കുന്നു, അതീത്യവർത്തതയിൽ. അത് തന്നെ ഒന്നുകൂടി ഊന്നി പറഞ്ഞു. ത്രിപാദൂർധ്വ ഉദയ പുരുഷ, ആ പുരുഷന്റെ ത്രിപാദ് 3/4 ഭാഗം അഥവാ 3 ഭാഗം അത് ഊർധ്വ ഉദയത്, ഊർധ്വഭാഗത്ത് പ്രാപിച്ചിരിക്കുന്നു, മുകൾ ഭാഗത്തായിരിക്കുന്നു, ഉത്കൃഷ്ട സ്ഥാനത്തായിരിക്കുന്നു എന്നൊക്കെ അർത്ഥം. അസ്യ പാദഃ ഇഹ പുനഃ അഭവത്, അവന്റെ 4/1 വീണ്ടും ഈ പ്രപഞ്ചമായി ഭവിച്ചിരിക്കുന്നത്. അതിൽ ശാസന അനശനങ്ങളായി എല്ലാം ഭവിച്ചിരിക്കുന്നു. വിശ്വം വ്യക്രാമത്, എല്ലാ ഭാഗത്തും വ്യാപിച്ചിരിക്കുന്നു, ക്രമിച്ചിരിക്കുന്നു. അപ്പൊ ശാസനങ്ങൾ എന്ന് പറഞ്ഞാല് അശനത്തോട് കൂടിയത്, ഭക്ഷണം കഴിക്കുന്നവരെ. അനശനങ്ങൾ എന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കാത്തത് എന്ന് പറഞ്ഞാൽ ജഡങ്ങൾ. അപ്പോ സ്ഥാവരങ്ങളും ജംഗമങ്ങളും അർത്ഥം. സ്ഥാവരങ്ങൾക്ക് ഭക്ഷണം ആവശ്യമില്ല, പക്ഷെ വൃക്ഷലതാദികൾ സ്ഥാവരങ്ങളാണെങ്കിലും അവയ്ക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. പർവ്വതങ്ങളും നദികളും മണ്ണും കല്ലും ഒക്കെയാണ് സ്ഥാവരങ്ങളുടെ പട്ടികയിൽ. ഭക്ഷണത്തെ ലയിപ്പിക്കാൻ, ഭുജിക്കാൻ, തന്നോട് ചേർക്കാൻ കഴിവില്ലാത്തത്. മറ്റത് നശിക്കാൻ കഴിവുള്ളത്. ഇനി മറ്റൊരർത്ഥത്തിൽ ഈ ശാസന അനശനം എന്നുള്ളതിന് വേറൊരു വേദാന്ത അർത്ഥമുണ്ട്. ഈ ശാസനം എന്ന് പറഞ്ഞാല് കർമ്മഫലത്തെ ഭുജിച്ചുകൊണ്ടിരിക്കുന്ന ജീവഭാവം. അനശനം എന്ന് പറഞ്ഞാല് ഈശ്വരഭാവം, കർമ്മഫലത്തെ ഭുജിക്കാത്ത ഈശ്വരഭാവം. നമ്മള് പലപ്പോഴും വേദാന്തത്തിലൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറയും, ഒരു വൃക്ഷത്തിൽ 2 പക്ഷികളെന്ന്. ഒന്ന് എല്ലാ ശാഖകളിലും പറന്നു നടന്ന് പഴങ്ങൾ കൊത്തി തിന്നുന്നു, എന്നിട്ട് അതിലെ രുചിഭേദത്തിനനുസരിച്ച് അതിന് ഭാവവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ മുഖം ചിലപ്പോ പ്രസാദിക്കുന്നു, ചിലപ്പോ ചവർപ്പൊക്കെ അനുഭവിക്കുമ്പോൾ അത് മുഖം വാടിപ്പോകുന്നു. ഇത് ജീവന്റെ ഭാവമാണ്. നമ്മള് കർമ്മങ്ങൾ ചെയ്ത്, ഓടി നടന്ന് കർമ്മങ്ങൾ ചെയ്ത് പുണ്യത്തിന്റെ ഫലമായ സുഖം വരുമ്പോൾ സന്തോഷിക്കുന്നു, പാപത്തിന്റെ ഫലമായിട്ട് ദുഃഖം വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നു. അതിന്റെ പ്രതീകമാണ് ഈ പക്ഷി ഒരേ വൃക്ഷത്തില് ഓടി നടന്ന പല പുളിപ്പും ചവർപ്പും മധുരവുമുള്ള ഭക്ഷണം, പഴങ്ങൾ കഴിക്കുമ്പോൾ അതിന്റെ ഭാവം മാറി മാറി വരുന്നത്. മറ്റൊരു പക്ഷി മുകളിലിരുന്ന് സാക്ഷിയായിട്ട് ഒന്നും കഴിക്കാതെ സ്വസ്ഥനായി ശാന്തനായിരിക്കുന്നു. ദ്വാ സുപർണൗ സയുജൗ സഖായൗ സമാനം വൃക്ഷ പരിഷസ്വജാതേ തയോരേകഃ പിപ്പലം സ്വാദ്വത്തി അനശ്നന്യോ അഭിജാകശീ എന്ന് പറയും. ഒന്ന് പിപ്പലത്തെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാദുള്ള പിപ്പലം തികഞ്ഞുകൊണ്ട്, പിപ്പലം എന്നുള്ളത് അതിലുള്ള പഴത്തിന്റെ പേരാണ്. ആ പിപ്പല പഴത്തെ ഭുജിക്കുന്നവനായി ഓടി നടക്കുന്നു. അനശ്നൻ അന്യൻ ഒരാള് അശിക്കാതെ മുകളിലിരിക്കുന്നുണ്ട്. അഭിജാകശീലി, എല്ലാറ്റിനെയും കണ്ട് സാക്ഷിയായിട്ട് എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മളിലൊക്കെ ആ ഈശ്വര ചൈതന്യം ജീവഭാവത്തില് ഈ താഴെയുള്ള പക്ഷിയായിട്ട് വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നു, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ ഈശ്വരന്റെ തന്നെ മറ്റൊരു ഭാവം, പരമാത്മഭാവം, പരമേശ്വര ഭാവം, എല്ലാറ്റിനും അതീതമായിട്ട് താനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള മട്ടില് എല്ലാറ്റിനും സാക്ഷിയായിട്ട് സുഖദുഃഖങ്ങൾക്ക് അതീതനായി മായയാൽ ബാധിക്കാത്തവനായി ഇരിക്കുന്നു. ഈ തത്വമാണ് ഇവിടെ ശാസനാനശനെ അഭി എന്നുള്ളതിന് ഏറ്റവും മുഖ്യമായിട്ടുള്ള ലക്ഷ്യാർത്ഥം. മറ്റത് സ്ഥൂലാർത്ഥം, ഒന്ന് ഭക്ഷിക്കുന്നതും മറ്റൊന്ന് ഭക്ഷിക്കാത്തതും. ഒന്നെന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നവരും ഭക്ഷിക്കാത്തവരുമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ജീവനായും ഈശ്വരനായും ഇരിക്കുന്നതും ഒരേ പരമാത്മാവ് തന്നെ, ഒരേ പരബ്രഹ്മം തന്നെ എന്ന് ആ മന്ത്രം കൊണ്ട് പറഞ്ഞു. അടുത്ത മന്ത്രം, 5ാമത്തെ മന്ത്രം. തസ്മാത് വിരാട ജായത വിരാജോ അഭിപൂരുഷഃ
സജാതോ അത്യരിച്യത പശ്ചാത് ഭൂമിമഥോ പുരഃ. തസ്മാത് വിരാട് അജായത. തസ്മാത് എന്ന് പറയുമ്പോ തസ്മാത് പുരുഷാത്, അപൂർണനായ പുരുഷനിൽ നിന്ന് വിരാട് അജായത. വിരാട് എന്ന് പറഞ്ഞാലോ ഈ വിശ്വം തന്നെ വിവിധങ്ങളായി പ്രകാശിക്കുന്നത്, വിവിധ പ്രത്യയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നത്. വിവിധം രാജതേ, വിവിധേന രാജതി എന്നൊക്കെ പറയും. പല നാമരൂപങ്ങളായിട്ട് രാജിക്കുന്നത്, പ്രകാശിക്കുന്നത്, അതിനെയാണ് വിരാട് എന്ന് പറയുന്നത്. അപ്പൊ വിശ്വത്തെ തന്നെയാണ് എന്ത് പറയുന്നത്? വിരാട് എന്ന് പറയുന്നത്. വിരാട് എവിടെ നിന്നുണ്ടായി? ആദ്യത്തെ പൂർണ്ണനായ പുരുഷനിൽ. മുമ്പേ പറഞ്ഞ ആശയം തന്നെ ആയതുകൊണ്ട് ആവർത്തനം തന്നെയാണ് മനസ്സിലാക്കുക. അല്ല, പുതിയൊരു ആശയമല്ല അവിടെ പറയുന്നത്. മുമ്പ് പറഞ്ഞു സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രം. പക്ഷെ അവിടെ എന്ത് പറഞ്ഞു? മുക്കാൽ ഭാഗം അതിക്രമിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞു ആ പുരുഷന്, അല്ലെ? പാദമാണ് വിശ്വമായി ഭവിച്ചത്. ആ പാദത്തെ കുറിച്ചാണ് ഇവിടെ വിരാട് എന്ന് പറയുന്നത്. ആ പൂർണ്ണനായ പുരുഷന്റെ മുക്കാൽ ഭാഗം അതിക്രമിച്ച് നിൽക്കുന്ന ആ മുക്കാൽ ഭാഗം അവിടെ ഇരിക്കട്ടെ. ആ മുക്കാൽ ഭാഗം കഴിച്ച് ബാക്കി പാദമുണ്ടല്ലോ, ആ പാദം കൊണ്ടാണ് വിരാട് അജായത. ആ പുരുഷന്റെ പാദം വിരാടായി ഭവിച്ചു. തസ്മാത് വിരാട് അജായത. അപ്പോ ബ്രഹ്മാണ്ഡമായി ഭവിച്ചു. വിരാട് എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് തന്നെയാണ്. ഗാലക്സികളൊക്കെ അടങ്ങുന്നതായിട്ടുള്ള അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ അടങ്ങുന്നതായിട്ടുള്ള ആ ഒരു യൂണിവേഴ്സിനെ തന്നെ, മൊത്തത്തിൽ പ്രപഞ്ചത്തെ തന്നെയാണ് പ്രപഞ്ചത്തെ ഈ പ്രപഞ്ച. അപ്പൊ നന്നായിട്ട് കാണപ്പെടുന്നത് ആ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയണം. ആ പുരുഷനിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. ആ ഈശ്വരനിൽ നിന്നാണ് വിരാട് അജായത. വിരാജ അതിപൂരുഷ. അതിപൂരുഷ എന്ന് പറഞ്ഞാല് അതിന്റെ മുകളിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു ചൈതന്യം, പുരുഷൻ, ഒരു ബോധം. അത് വിരാജ. വിരാട്ടിൽ വ്യാപിച്ചിരിക്കുന്ന പുരുഷന്റെ പേരാണ് വിരാജ എന്ന് പറഞ്ഞത്. വിരാജൻ ആരാണ്? അതിപൂരുഷ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ അഭിമാനിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ മാത്രം വ്യാപിച്ചിരിക്കുന്ന ചൈതന്യത്തിന്റെ പേരാണ് ഇവിടെ വിരാജ അല്ലെങ്കിൽ അതിപൂരുഷ എന്ന്. രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള പദങ്ങളാണ്, വിശേഷണ പദങ്ങളാണ്. അവൻ വിരാജനാകുന്നു, അവൻ അതിപൂരുഷനാകുന്നു. നമുക്ക് ഇന്നത്തെ നമ്മുടെ പുരാണ ഭാഷയിൽ പറഞ്ഞാൽ ഹിരണ്യഗർഭൻ, ബ്രഹ്മദേവൻ എന്നൊക്കെ അർത്ഥം. ഈ വിരാട് പുരുഷൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ, ഈ കാണപ്പെടുന്ന സ്ഥൂല പ്രപഞ്ചത്തിൽ അഭിമാനിക്കുമ്പോൾ അതിന് പേര് ഹിരണ്യഗർഭൻ എന്നാണ്. എല്ലാ മൊത്തത്തിൽ വിശ്വത്തിൽ മുഴുവൻ അഭിമാനിക്കുന്നു. ഈ വിശ്വം മുഴുവൻ എന്റേതാണ് അല്ലെങ്കിൽ ഞാനാണ് എന്ന് അഭിമാനിക്കുന്ന, നമ്മൾ പുരാണങ്ങളിൽ ബ്രഹ്മദേവൻ എന്ന് പറയും. അതിനെ തന്നെ വേദാന്ത ഭാഷയിലാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ എല്ലാം അടക്കിയിരിക്കുന്നവൻ, എന്തും തന്റെ ഗർഭത്തിൽ നിന്ന് പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവൻ. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മൊത്തത്തിലൊരു അണ്ടമാക്കി മാറ്റിയിട്ട് ആ അണ്ടത്തിൽ അഭിമാനിക്കുന്ന, ആ അണ്ടത്തെ തന്നെയാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. ആ ബ്രഹ്മാണ്ടത്തിൽ അഭിമാനിക്കുന്ന ചൈതന്യമാണ് സമഷ്ടി പ്രപഞ്ച അഭിമാനി ദേവതയാണ് ഹിരണ്യഗർഭൻ അഥവാ ബ്രഹ്മദേവൻ. അപ്പൊ അവിടെ സമഷ്ടി അഭിമാനിയാണ്. ശരീരങ്ങളിൽ ഓരോന്നിലും അഭിമാനിക്കുന്നതിനെ വ്യഷ്ടി, നമ്മളെ ഇൻഡിവിജ്വൽസിനെ എന്താ പറയുക? വ്യഷ്ടി എന്നാ പറയുക. വേറെ 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 ആയിട്ടിരിക്കുന്നത് വ്യഷ്ടി, ഒന്നിച്ചിരിക്കുന്നത് ടോട്ടാലിറ്റിയാണ് സമഷ്ടി എന്ന് പറയുന്നത്. ആ ടോട്ടാലിറ്റിയിൽ മുഴുവൻ അഭിമാനിക്കുന്ന ഭാവമാണ് എന്താണ്? അതിപൂരുഷ എന്ന് ഈ പുരുഷ സൂക്തത്തിന്റെ ഭാഷ. നമ്മുടെ സാഹിത്യങ്ങൾ പലതിലും പല ഭാഷയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കണമെന്ന് വിചാരിക്കേണ്ട. ഓരോ കാലത്ത് ഓരോ ഋഷീശ്വരന്മാരാണ് ഓരോ വേദങ്ങളും മന്ത്രങ്ങളും ഒക്കെ അവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അവര് എന്താ പറയാ, മന്ത്രദ്രഷ്ടാക്കളാണ് ഋഷീശ്വരന്മാര്. അപ്പോ ഒരേ ആശയം തന്നെ പല പദങ്ങളെ കൊണ്ട് സൂചിപ്പിച്ചിട്ടില്ല. ഇത് തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട. അത് അർത്ഥം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ഒരേ ആശയം തന്നെയാണ്. ഏത് ഋഷി സത്യാന്വേഷണം ചെയ്തു, അയാൾ ഏത് ദേശത്ത് ഏത് കാലത്തിരുന്ന് സത്യാന്വേഷണം ചെയ്തു, അയാൾക്ക് അയാളുടേതായിട്ടൊരു ഭാഷ കൊണ്ട് അയാൾ ഇതിനെ പ്രകാശിപ്പിച്ചു.
വേറൊരു ദേശത്ത് വേറൊരു കാലത്ത് വേറൊരു ഋഷി ഇതേ തത്വം കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് ഇത് തന്നെയാണ് അനുഭവമായത്. അപ്പൊ അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചു വേറൊരു ഭാഷയിൽ. ചെറിയ ചെറിയ പദവ്യത്യാസങ്ങളേ ഉള്ളൂ, ഒരേ ആശയം തന്നെയാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തുക്കളിൽ പ്രധാനമായിട്ടുള്ള ഉപനിഷത്തുക്കളൊക്കെ ഏകദേശം അതുപോലെ ഇരിക്കും. അതിന്റെ വിഷയം എന്താണ്? ഒരേ വിഷയം തന്നെയാണ്. പക്ഷെ ഓരോ ഋഷീശ്വരന്മാർ ഓരോ ദേശത്തിരുന്ന് വിവിധ രീതിയിലാണ് അവരതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വിസ്തരിച്ചിട്ടുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. ആശയം പൊതുവെ ഒന്നാണ്. എന്താണ് ആശയം? ആ ആശയങ്ങളാണ് 4 വേദങ്ങളിൽ 4 മഹാവാക്യ രൂപങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് ഒരു ഋഷി പറഞ്ഞു, തത്വമസി എന്ന് വേറൊരു ഋഷി പറഞ്ഞു, അയം ആത്മാ ബ്രഹ്മ എന്ന് വേറൊരു ഋഷി പറഞ്ഞു, അല്ലെ? എന്താ പറഞ്ഞ വേറൊരു മഹാവാക്യം? പ്രജ്ഞാനം ബ്രഹ്മ ഒരു ഋഷി പറഞ്ഞു. അപ്പോ ഋഗ്വേദത്തിൽ ആ ഋഷി പറഞ്ഞതാണ് ഐതരേയോപനിഷത്തിലൂടെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന്. കോൺഷ്യസ്നെസ് ഈസ് ബ്രഹ്മൻ, ചൈതന്യമാണ് ബ്രഹ്മം. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് ബ്രഹ്മം. അപ്പൊ ചൈതന്യമാണ് ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്ന് ഒരു ഋഷി പറഞ്ഞു. അത് തന്നെ അയം ആത്മാ ബ്രഹ്മ എന്ന് വേറൊരാള് മാണ്ഡൂക്യ ഉപനിഷത്തിലെ അഥർവവേദത്തിലെ മഹാവാക്യമാണ് അയം ആത്മാ ബ്രഹ്മ, എന്റെ ഈ ആത്മാ ബ്രഹ്മം തന്നെ. വേറൊരു ഋഷി പറഞ്ഞു അഹം ബ്രഹ്മാസ്മി. യജുർവേദത്തിലെ ഋഷിയാണ് അഹം ബ്രഹ്മാസ്മി. ബൃഹദാരണ്യക ഉപനിഷത്തിലാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന മന്ത്രം വരുന്നത്. അപ്പൊ ആ ഋഷി പറഞ്ഞു ഈ ഞാൻ, എന്നിലെ ഈ ചൈതന്യം അത് ബ്രഹ്മം തന്നെ. മറ്റൊരു വേദത്തില് സാമവേദത്തില് ഗുരു ശിഷ്യനെ ഉപദേശിച്ചു, നീ അത് തന്നെ തത്വമസി. ഇതൊക്കെ ഒരേ ഇക്വേഷൻസ് ആണ്, ഒരേ സത്യത്തെ ഒരുപോലെ പറഞ്ഞത് തന്നെയാണ്. ചെറിയ ചെറിയ ഭാഷ വ്യത്യാസമേ ഉള്ളൂ, അല്ലെങ്കിൽ സ്ഥാന വ്യത്യാസമേ ഉള്ളൂ. ഒരേ ആശയം, എല്ലാം ജീവനും ഈശ്വരനും ഒന്ന് തന്നെ. അപ്പൊ ജീവ ഈശ്വര ഐക്യത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളെയാണ് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത്. വേദങ്ങളിൽ അനേക മഹാവാക്യങ്ങളുണ്ട്. അതില് ഈ 4 ഏറ്റവും പ്രധാനമായിട്ടുള്ള മഹാവാക്യം അത് ജീവ ഈശ്വര ഐക്യത്തെ സൂചിപ്പിക്കുന്നു. എന്നിലെ ചൈതന്യവും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണമായിരിക്കുന്ന ചൈതന്യവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ച ചൈതന്യം തന്നെയാണ്. പ്രപഞ്ച ചൈതന്യത്തിൽ നിന്ന് വേറിട്ട് എനിക്കൊരു അസ്തിത്വമില്ല. അപ്പൊ ഇത് വിവിധ ഋഷിമാര് വിവിധ വേദങ്ങളിലൂടെ വിവിധ വാക്കുകൾ വ്യത്യാസം ഉണ്ട്, ആശയത്തിൽ എന്തില്ല, വ്യത്യാസമില്ല. ഇത് നമ്മൾ തിരിച്ചറിയാം. അപ്പൊ ഇവിടെ ഈ പഴയ ഏറ്റവും പ്രാചീനമായ വൈദിക ഭാഷയിൽ നമുക്ക് ഇന്നത്തെ ലൗകിക സംസ്കൃതം പോലെ എളുപ്പത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റില്ല. പുരാണങ്ങളിലെ എളുപ്പമുള്ള സംസ്കൃതമല്ല വേദങ്ങളിലെ സംസ്കൃതം. വൈദിക സംസ്കൃതം വേറെ, പൗരാണിക സംസ്കൃതം വേറെ. അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴുള്ള സാഹിത്യങ്ങളിലെ സംസ്കൃതങ്ങൾ വേറെ, സംസ്കൃത ഭാഷ വേറെ. നമ്മൾ ഇപ്പോ ലോകത്ത് ലൗകിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അതിലും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ വൈദിക സംസ്കൃതം എന്നുള്ളത് കുറച്ച് ഏറ്റവും കഠിനമായിട്ടുള്ള പദങ്ങളാണ്, നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ട്, അല്ലെ? പരിചയമില്ലാത്തതൊക്കെ കഠിനമല്ലേ? നമുക്കിപ്പോ അറബിക് അറിയോ? കഠിനമാണ്. റഷ്യൻ അറിയോ? കഠിനമാണ്. ഫ്രഞ്ച് അറിയോ? എനിക്കറിയില്ല, അതുകൊണ്ട് കഠിനമാണ്. അപ്പൊ അതുപോലെ ഈ വൈദിക ഭാഷ നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് ഇത്തിരി കഠിനമായിട്ട് തോന്നുന്നു. അതിൽ തന്നെ നമ്മൾ നിരന്തരം ഒഴുകിക്കൊണ്ടിരുന്നാലോ അതും വെള്ളം പോലെയാണ്. എനിക്ക് പുരാണ സംസ്കൃതം വെള്ളം പോലെയാണ്. പുരാണ സംസ്കൃതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് വൈദിക സംസ്കൃതം. ലൗകിക സംസ്കൃതം അതിലും വെച്ച് പുരാണ സംസ്കൃതത്തിലും വെച്ച് വളരെ സിംപ്ലിഫൈഡ് ആണ്. ഇത് വ്യത്യാസമുണ്ട്. സംസ്കൃതമാണ് എല്ലാം. നമുക്കിപ്പോ മലയാളികളാണ് നമ്മളൊക്കെ. പക്ഷെ ഇന്നുള്ള കുട്ടികൾക്ക് എഴുത്തച്ഛന്റെ രാമായണം വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുണ്ടോ? എന്തിന് ശ്രീനാരായണ ഗുരു 100 കൊല്ലം മുമ്പ് എഴുതി വെച്ചതായിട്ടുള്ള ആത്മോപദേശ ശതകം വായിച്ചാൽ മനസ്സിലാകുമോ? അപ്പൊ ഓരോ കാലത്തിന് ചട്ടമ്പി സ്വാമികളുടെ ഭാഷ അതിലും കഠിനമാണ്. തപോവന സ്വാമികളുടെ ഭാഷയൊന്നും നമുക്ക്, കാരണം നമ്മുടെ 100 കൊല്ലം മുമ്പ് ജീവിച്ചവരാണ്. അപ്പൊ അവരുടെയൊക്കെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. മലയാളികളാണ്, നമുക്ക് എത്ര മലയാളത്തിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും ഉണ്ടെങ്കിൽ പോലും ഈ പഴയ മലയാളം നമുക്ക് വളരെ പ്രയാസമാണ്. മലയാളത്തിലെ സംഖ്യ എല്ലാവർക്കും വായിക്കാൻ കിട്ടുമോ?
അല്ലെ? സംഖ്യകളുണ്ടല്ലോ മലയാളത്തിൽ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുണ്ട്. അത് നമുക്കറിയോ? നമ്മള് ശീലിച്ചില്ല, നമ്മൾ മറന്നുപോയി. അല്ലെങ്കിൽ നമ്മുടെ കലണ്ടറിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ നിർബന്ധമില്ലാതായി. മേടം, മിടവം, മിഥുനം, കർക്കിടകം. അപ്പൊ എല്ലാം മാറിപ്പോയി. അതുപോലെയാണ് വൈദിക സംസ്കൃതം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതിപൂരുഷ എന്ന് പറഞ്ഞാൽ പുരാണ ഭാഷയിലെ ബ്രഹ്മദേവൻ അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയുന്ന ആ ബ്രഹ്മാണ്ടത്തിൽ വ്യാപിച്ച് ഇരിക്കുന്ന ചൈതന്യം, അദ്ദേഹമാണ് വിരാജ. ആ വിരാട്ടിൽ അധികരിച്ചിരിക്കുന്ന പുരുഷൻ, വിരാട്ടിനെ അധിഷ്ഠാനമായിരിക്കുന്ന പുരുഷൻ, വിരാട്ടിൽ അഭിമാനിക്കുന്ന പുരുഷൻ എന്നർത്ഥം. വിരാജ അതിപൂരുഷ. സജാതോ അത്യരിച്ചത. സഹ ജാത അത്യരിച്ചത. ആ ജാതനായവൻ, സഹ ജാത, ആ ജനിച്ചവൻ, ആ വിരാട്ടായി ഭവിച്ചവൻ, അത്യരിച്ചത. അതിഹി ഇച്ഛത എന്നാണ്. അതിരിച്ചത, അതിക്രമിച്ചിരുന്നു. ഇതിനെ മുഴുവൻ കവർ ചെയ്തിരുന്നു, മുഴുവൻ വ്യാപിച്ചിരുന്നു എന്നർത്ഥം. പശ്ചാത് ഭൂമി അധോ പുര. പശ്ചാത് പിന്നീട് ഭൂമിയെ സൃഷ്ടിച്ചു. അധഃ അനന്തരം പുരഃ പുരങ്ങളെയും സൃഷ്ടിച്ചു. ഇവിടെ ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വസിക്കാനുള്ള, എല്ലാം ഭവിക്കുന്നതായിട്ടുള്ള സ്ഥാനമാണ് ഭൂമി. ഭൂമി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? എല്ലാം ഭവിക്കുന്ന സ്ഥാനം. അപ്പൊ എല്ലാവരും വസിക്കുന്ന ലോകങ്ങളെ വിസ്തരിച്ച് ഉണ്ടാക്കി എന്ന് പറഞ്ഞ, അപ്പൊ സമഷ്ടിക്ക് വേണ്ടിയതായിട്ടുള്ള ആവാസസ്ഥാനം, അതാണ് ഭൂമി. എന്നിട്ട് പുരഹ എന്ന് പറഞ്ഞു. അപ്പൊ പുരങ്ങളെയും ഉണ്ടാക്കി. ഇവിടെ പുരം എന്നാൽ ശരീരങ്ങളാണ്, എല്ലാം പൂരിപ്പിക്കപ്പെടുന്നത് എന്നർത്ഥം. പൂര്യതേ സപ്തഭിഹി ധാതുവിഹി പുരഹ. സപ്തധാതുക്കളെ കൊണ്ട് പൂരിപ്പിച്ചത്, നിറച്ചത്. അല്ലെ? നമ്മുടെ ശരീരമൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട്. എന്താ നിറച്ചു വെച്ചിരിക്കുന്നത്? സപ്തധാതുക്കളാണ് എന്നർത്ഥം. അല്ലെ? നമ്മുടെ രക്തം മുതലായിട്ടുള്ള 7 ധാതുക്കൾ, ത്വക്ക്, ചർമ്മം, രക്തം, അസ്ഥി, മജ്ജ, മാംസം, ഇതൊക്കെയാണ് സപ്തധാതുക്കൾ. അപ്പോ ആ സപ്തധാതുക്കളെ കൊണ്ട് നിറച്ച ശരീരങ്ങൾ, മനുഷ്യ ശരീരങ്ങൾ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളുടെ ശരീരങ്ങളും എല്ലാറ്റിനെയും ഇവിടെ പുരഹ എന്ന് പറഞ്ഞു. അപ്പൊ വെഷ്ടി ശരീരങ്ങളെയും നിർമ്മിച്ചു എന്നർത്ഥം. ഇവിടെ പുരഹ എന്നുള്ളത് കൊണ്ട് വെഷ്ടി ശരീരങ്ങൾ, വെഷ്ടി എന്ന് പറഞ്ഞാൽ വ്യക്തി, ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വൽസിന്റെ ശരീരവും, ഭൂമി എന്നതുകൊണ്ട് ടോട്ടൽ എല്ലാവർക്കും വസിക്കാനുള്ളതായിട്ടുള്ള സ്ഥാനം, എല്ലാവരും ഭവിക്കുന്നതായിട്ടുള്ള സ്ഥാനം ഭൂമി. അങ്ങനെ ആ എന്താ പറയാ, സമഷ്ടിക്ക് വേണ്ടിയതായിട്ടുള്ള, സമഷ്ടിയെ നിർമ്മിക്കുന്നതായിട്ടുള്ള സ്ഥാനം ഭൂമി. ഈ ഭൂമിയിൽ നിന്നല്ലേ എല്ലാവരും ഉണ്ടായി വരുന്നത്? ഭൂമിയിൽ നിന്നല്ലേ വൃക്ഷങ്ങളൊക്കെ ഉണ്ടാവുന്നത്? ആ വൃക്ഷങ്ങളെ ഭക്ഷിച്ചിട്ടല്ലേ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്? മനുഷ്യരും ഈ ഭൂമിയിലല്ലേ ഉണ്ടാക്കുന്നത്? ഭൂമിയിൽ നിന്നുള്ള വസ്തുക്കളെ ഉപജീവനമല്ലേ ചെയ്യുന്നത് നമ്മള്? അപ്പൊ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കൂടി ടോട്ടൽ ആയിട്ടുള്ള ആ സമഷ്ടിയെ കുറിച്ച് പറയുന്നതാണ് ഭൂമി എന്ന്. വ്യഷ്ടിയെ കുറിച്ച് പറയുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ശരീരം. അതിനെ പുരഹ എന്ന ശബ്ദം കൊണ്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആ പുരുഷൻ, വിരാട് പുരുഷൻ, ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ അഭിമാനിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ ഉണ്ടായി, അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ ഉണ്ടായി. അദ്ദേഹം എല്ലായിടത്തും അഭിമാനിച്ച് എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. അതിൽ നിന്ന് മനുഷ്യർക്കും മറ്റും ജീവിക്കാനുള്ള ഭൂമി, മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ ജീവിക്കാനായിട്ട് ഭൂമിയും, ആ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ ശരീരങ്ങൾ, പുരങ്ങളും ഉണ്ടായി. അതൊക്കെ വെറും സൃഷ്ടിക്രമത്തെ കുറിച്ച് പറയണം. അപ്പൊ നമ്മൾ ഈ കാണുന്നതെല്ലാം, അപ്പൊ ഇതിന്റെയൊക്കെ കൂടുതൽ വിസ്താരം കാണാൻ നമ്മുടെ പുരാണങ്ങളിൽ പോയാൽ മതി. പുരാണങ്ങളിൽ ഇത് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗവതത്തില് ദ്വിതീയ സ്കന്ധത്തിലും തൃതീയ സ്കന്ധത്തിലും വളരെ വിശദമായിട്ട് ഇത് എങ്ങനെയാണ് ആ ഏകവും അദ്വിതീയവുമായ പരബ്രഹ്മ തത്വത്തിൽ നിന്ന്, ആ ചൈതന്യത്തിൽ നിന്ന് ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞ് വിസ്തരിച്ചുണ്ടായത്. ഇത് ഉപനിഷത്തുക്കളിൽ വേറെ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുക്കളിൽ ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ.
അപ്പൊ വേദം, ഉപനിഷത്ത് ഒക്കെ ചുരുക്കി പറഞ്ഞതിനെ നമ്മുടെ പുരാണങ്ങള് വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. കാരണം പുരാണത്തിന്റെ ധർമ്മം അതാണ്. വേദത്തിൽ നിന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് പുരാണം. പുരാണങ്ങളും ഇതിഹാസങ്ങളും എന്തിനു വേണ്ടി രചിച്ചതാണ്? ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേ. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ വ്യാഖ്യാനിക്കണം, വേദത്തെ വിസ്തരിക്കണം, ഉപബൃംഹണം ചെയ്യണം. അപ്പൊ വേദത്തിൽ നിന്ന് വേദമന്ത്രങ്ങളെ ഗ്രഹിക്കാൻ സാമർഥ്യമില്ലാത്ത അല്പബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക്, അല്ലെ, നമ്മളൊക്കെ അല്പബുദ്ധികളാണ്, നമ്മൾക്ക് കലിയുഗത്തിൽ വന്നവര്, നമുക്ക് വേറെ 100 കാര്യങ്ങളിൽ ഭ്രമമുള്ളത് കൊണ്ട് വേണ്ടത്ര ആ ബുദ്ധിയെ ഷാർപ്പാക്കാനോ ബ്രില്യന്റ് ആക്കാനോ സാധിക്കുന്നില്ല. നമ്മള് പലതിലും ഭ്രമിച്ചിരിക്കുകയാണ്. ഇതിലൊന്നും ശ്രദ്ധയില്ല. ഈ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള ആ ഒരു ഭാവനയൊന്നും പ്രവർത്തിക്കാതെ, നമുക്ക് ആകെ കൂടിയുള്ള നമ്മുടെ ഭാവന പ്രവർത്തിക്കുന്നത് ഇന്നിപ്പോ ഉച്ചയ്ക്ക് എന്താ കൂട്ടാൻ വെക്കേണ്ടത്, വൈകുന്നേരത്തേക്ക് എന്താ ഡിന്നർ വേണ്ടത്, എത്രയേ ഉള്ളൂ നമ്മുടെ ഭാവന. അല്ലാതെ ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചോ അന്വേഷിക്കാനുള്ള ആ ഭാവനാശക്തി കുറഞ്ഞു വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് വേദങ്ങൾക്ക് വ്യാഖ്യാനമായിട്ട് ഇതിഹാസ പുരാണങ്ങൾ വ്യാസൻ രചിച്ചത്. ഇതൊന്നും പരസ്പര കോൺട്രഡിക്ടറി അല്ല, ഇതിന്റെ വിസ്താരമാണ് അത് എന്ന് മനസ്സിലാക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാത്തവർക്ക് കൂടുതൽ വിശദമായി അതിലൂടെ മനസ്സിലാക്കുക. ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിലൊക്കെ സൃഷ്ടി വർണ്ണനയുണ്ട്. അതുപോലെ കപില ഭഗവാൻ തന്റെ അമ്മയ്ക്ക് ദേവഹൂതിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ 3 പ്രാവശ്യം ഭാഗവതത്തില്, ദ്വിതീയ സ്കന്ധത്തിൽ ഒരിക്കൽ, തൃതീയ സ്കന്ധത്തില് ആദ്യം വിതുരമൈത്രേയ സംവാദ രൂപത്തിലും പിന്നീട് കപില ദേവഹൂതി സംവാദ രൂപത്തിലും സൃഷ്ടിയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ ഇന്നൊന്നും പോവില്ല. അപ്പൊ അത്രയും വിശദമാണ് പറയുന്നത്. അപ്പൊ അതിന്റെ സംഗ്രഹം മാത്രമാണ് ഇവിടെ. നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലൂകൾ മാത്രമേ വേദത്തിൽ തന്നിട്ടുള്ളൂ. അതാണ് ഇതിനെ മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? മനനാദത്രായത്, നല്ലപോലെ മനനം ചെയ്താൽ അത് നമുക്ക് അനുഗ്രഹമായി നമ്മളെ രക്ഷിക്കും. മറ്റത് പുരാണങ്ങളിലൊക്കെ ഉള്ളത് ശ്ലോകങ്ങളാണ്. ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാലോ വിസ്തരിച്ചത്, വ്യാഖ്യാനിച്ചത്, പ്രശംസിച്ചത് എന്നൊക്കെ അർത്ഥമാണ്. ഈശ്വരനെ കുറിച്ച് പ്രശംസിക്കുന്നതിനെയാണ് ശ്ലോകം എന്ന് പറയുക. അപ്പൊ ഈശ്വരനെ കുറിച്ച് വിസ്തരിക്കുന്നതാണ് ശ്ലോകങ്ങൾ. അപ്പൊ പുരാണ ഇതിഹാസങ്ങളുടെ ഭാഷ ശ്ലോക ഭാഷ, വേദങ്ങളുടെ ഭാഷ മന്ത്രഭാഷ. അപ്പൊ തസ്മാത് വിരാടജായത വിരാജോ അതിപൂരുഷഃ സജാതോ അത്യരിച്ഛത പശ്ചാത് ഭൂമിമധോ പുരഃ. അപ്പൊ ഈ പുരങ്ങളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നത് ഒരേ ചൈതന്യമാണ്. നമ്മളെ ദേവന്മാരാവട്ടെ, മനുഷ്യന്മാരാവട്ടെ, അസുരന്മാരാവട്ടെ, മൃഗങ്ങളാവട്ടെ, ഉറുമ്പുകളാവട്ടെ, ഈച്ചയാവട്ടെ, പൂച്ചയാവട്ടെ, എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത്, പൂർണ്ണമായിരിക്കുന്നത് ഒരേ പുരുഷൻ തന്നെയാണ്. നമ്മുടെ ശരീരങ്ങളൊക്കെ പുരങ്ങൾ. ഈ പുരങ്ങളിൽ ശയിക്കുന്നവൻ പുരുഷൻ. പുരങ്ങളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നവൻ പുരുഷൻ. പുരുഷയനാ പുരുഷ. അപ്പൊ ഇത് 4 തരത്തിലാണ് ഈ ലോകത്ത് ജീവജാലങ്ങൾ ഉണ്ടാവുന്നത്. അത് അണ്ഡജം, ഉദ്ഭിജം, സ്വേദജം, ജരായുജം എന്ന് പറയും. അണ്ഡജം എന്ന് പറഞ്ഞാൽ അണ്ഡത്തിൽ നിന്ന് ജനിക്കുന്നത്, മുട്ടയിൽ നിന്ന് ജനിക്കുന്നത്. അപ്പൊ പല ജന്തുക്കളും മുട്ടയിട്ടിട്ടാണ് കുട്ടികളെ ജനിപ്പിക്കുന്നത്. അതിനാണ് അണ്ഡജങ്ങൾ എന്ന് പറയുക. സ്വേദജം എന്ന് പറഞ്ഞാല് വിയർപ്പിൽ നിന്നും അതുപോലെയുള്ളതായിട്ടുള്ള ജല അംശത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഫംഗസുകൾ പോലെയുള്ള മൂട്ട, പേന്, അതുപോലെയുള്ളതായിട്ടുള്ള എവിടെ ഉഷ്ണമുണ്ടോ നമ്മുടെ ശരീരത്തില് അവിടെയൊക്കെ വരുന്നതായിട്ടുള്ള ആ ഫംഗസുകളും അതുപോലെയുള്ളതായിട്ടുള്ള ജീവികളുമാണ് സ്വേദജങ്ങൾ. സ്വേദത്തിൽ നിന്ന് ജനിക്കുന്നത്. ജരായുജം എന്ന് പറഞ്ഞാൽ, ജരായു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളുടെ ഗർഭപാത്രങ്ങളാണ്. ആ ഗർഭപാത്രത്തിലൂടെ ജനിക്കുന്നത്, പ്രസവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജരായുജങ്ങൾ. ജരായുവിൽ നിന്ന് ജാതങ്ങളാകുന്നത്, ജനിക്കുന്നത്. മറ്റൊന്ന് ഉദ്ഭിജം. ഉദ്ഭിജം എന്ന് പറഞ്ഞാല് ഉദ്ഭേദിച്ച് ജനിക്കുന്നത്. ഉദ്ഭേദിക്കുക എന്ന് പറഞ്ഞാല് മണ്ണിൽ വിതച്ചാൽ വിത്തുകൾ എന്താവും?
പൊട്ടി മുകളിലേക്കാണ് വരിക, ആരോഹണം ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ മുകളിലോട്ട് വേദിച്ചു വരുന്നത് ഉദ്ഭിത്. ഉദ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്, ഭിത് വേദിക്കുന്നത്, അതിൽ നിന്ന് ജനിക്കുന്നത്. അപ്പൊ വിത്തുകളിൽ നിന്ന് ജനിക്കുന്നത് ഉദ്ഭിജങ്ങൾ. ഇങ്ങനെ 4 തരത്തിലാണ് ഈ ലോകത്തിലെ സൃഷ്ടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? അണ്ഡജം, സ്വേദജം, ജരായുജം, ഉദ്ഭിജം. ഇങ്ങനെ 4ആയിട്ട് പട്ടിക തിരിച്ചിട്ടുണ്ട്. ഇതിൽ പെടുത്താവുന്നതേ ഉള്ളൂ ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും എല്ലാം. ഇതെല്ലാം പുരങ്ങളാണ്. ഇതെല്ലാം ആരിൽ നിന്നുണ്ടായി? പുരുഷനിൽ നിന്നുണ്ടായി. ആ പുരുഷൻ തന്നെയാണ് എല്ലാം. പുരുഷയേ വേദകം സർവം എന്ന് മുമ്പേ പറഞ്ഞതിനെ നമ്മൾ ഒന്നുകൂടെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കുക. അപ്പൊ ഏത് പ്രകൃതിയിൽ എന്ത് കണ്ടാലും ആരെ ഓർക്കണം? എല്ലാറ്റിന്റെയും കാരണഭൂതനായ സത്യത്തെ ഓർക്കണം. സത്യം പരം ധീമഹി. സപ്താസ്യാസൻ പരിതയഃ ആറാമത്തെ യത് പുരുഷേണ ഹവിഷാ ദേവാ യജ്ഞമതന്വത വസന്തോ അസ്യാസീദാജ്യം ഗ്രീഷ്മ യുഗ്മ ശരദ്ഭിഃ. യത് പുരുഷേണ ഹവിഷാ ദേവാ യജ്ഞമതന്വത വസന്തോ അസ്യാസീദാജ്യം ഗ്രീഷ്മ യുഗ്മ ശരദ്ഭിഃ. ഇവിടെ ദേവാഹ പുരുഷേണ ഹവിഷാ യജ്ഞം അതന്വത. ദേവാഹ എന്ന് പറഞ്ഞാല് ഈശ്വര ചൈതന്യത്തിന്റെ തന്നെ വിവിധ വിഭൂതികളാണ് ദേവാഹ. ഈശ്വരന്റെ അംശങ്ങൾ, ചൈതന്യത്തിന്റെ അംശങ്ങൾ, അതിനെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. അപ്പോ അത് ഓരോ പ്രകൃതിയിലുള്ള ഓരോ ഭാഗത്തിരിക്കുമ്പോൾ ഓരോ പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ അനേക ദേവന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ പ്രകൃതിയില് ഏതെല്ലാം വൈവിധ്യങ്ങളായ സൃഷ്ടിയുണ്ടോ അതിനൊക്കെ എന്തുണ്ട്? ഒരു അധിഷ്ഠാന ദേവനുണ്ട്. ദേവൻ എന്ന് പറഞ്ഞാൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി എന്നർത്ഥമാണ്. എങ്ങനെയാണോ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മൊത്തത്തില്, പക്ഷെ അതിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതാതിൻ്റെതായിട്ടുള്ള മാനേജർമാര്, അസിസ്റ്റന്റ് മാനേജർമാര്, അല്ലെങ്കിൽ ജനറൽ മാനേജർമാര്, ഡയറക്ടർമാര്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാര് എന്നുള്ള വിവിധങ്ങളായിട്ട് കാര്യങ്ങൾ നടത്താനുള്ള ആളുകളുണ്ട്. അവരില്ലെങ്കിൽ കാര്യം നടക്കുമോ? വെറുതെ ഓഫീസ് ഉണ്ടായാൽ മതിയോ? കളക്ടറേറ്റ് ഇവിടെ അടുത്തുണ്ട്. കെട്ടിടമുണ്ടായാൽ കാര്യം നടക്കുമോ? അവിടെ എന്ത് വേണം? ദേവന്മാര് വേണം. ആരാ പ്രധാന ദേവൻ? അവിടുത്തെ ഇന്ദ്രൻ ആരാണ്? കളക്ടറാണ്. കളക്ടറേറ്റിലെ ഇന്ദ്രനാണ് കളക്ടർ. അദ്ദേഹത്തിന്റെ കീഴില് RDO, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴില് ഡെപ്യൂട്ടി കളക്ടർ, അല്ലെങ്കിൽ തഹസിൽദാർമാര് അല്ലെ. ഇങ്ങനെ ഓരോന്നായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ പല ഉദ്യോഗസ്ഥര്. ഇതൊക്കെ അവരുടെ അസിസ്റ്റന്റ് ദേവന്മാരാണ്. ഇത് പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഭരിക്കാനായിക്കൊണ്ട്, ഇതിനെ മുഴുവൻ ചലിപ്പിക്കാനായിക്കൊണ്ട്, അതാതിന്റെ ധർമ്മങ്ങൾ നടക്കാനായിക്കൊണ്ട് ആ പരമാത്മ ചൈതന്യം, പരമേശ്വര ചൈതന്യം സ്വയം തന്റെ തന്നെ അംശങ്ങളെ എല്ലായിടത്തും വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ വ്യാപിച്ചിരിക്കുന്നു ഇല്ലേ? ഉണ്ടോ? എല്ലായിടത്തും നിങ്ങൾ വ്യാപിച്ചിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ആ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ കൈ പൊക്കാൻ വിചാരിച്ചു. ആ കൈ പൊങ്ങിയത് അല്ലെ, ഇതില് അഭിമാനിക്കുന്ന ചൈതന്യമായ ഞാൻ അത് സങ്കല്പിച്ചു. അപ്പൊ ഈ കയ്യിലെ ദേവതകളും സഹായിക്കണം. കയ്യിലൊക്കെ ദേവതകളുണ്ട്. കൈകളുടെ ദേവതയായിട്ടാണ് സമഷ്ടിയിൽ ഇന്ദ്രൻ എന്ന് പറയും. ഹസ്തയോർ ഇന്ദ്ര. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നല്ല കൈക്കരുത്തുള്ള ആളാണ്, നല്ല കാര്യക്ഷമതയുള്ള ആളാണ്. ഇന്ദ്രനാവണമെങ്കിൽ 100 അശ്വമേധയാഗം ചെയ്യണം. അപ്പൊ എത്ര ശക്തി വേണം? എത്ര പ്രാവശ്യം അശ്വമേധയാഗം നടത്തണം? 100 പ്രാവശ്യം. അത്രയും പ്രാവശ്യം ദിഗ്വിജയം നടത്തണം. എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് 100 പ്രാവശ്യം ദിഗ്വിജയം നടത്തണം. അപ്പോഴേ അയാൾക്ക് 100 അശ്വമേധയാഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൈക്കരുത്ത് വെറുതെ ഒരു പ്രാവശ്യം കാണിച്ചാൽ പോരാ, 100 പ്രാവശ്യം കാണിക്കണം.
അല്ലെ? നമ്മുടെ കായിക താരങ്ങള് അവരുടെ 100 സെഞ്ചുറിയൊക്കെ അടിച്ചില്ലേ? സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ആരെങ്കിലും 100 സെഞ്ചുറി അടിച്ചവരുണ്ടോ? അപ്പോ ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാരിൽ വെച്ച് ഇന്ദ്രനാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ 100 സെഞ്ചുറി അടിച്ച ആളാണ്. താഴെ മറ്റ് പലരും അടുത്തടുത്ത് എത്തി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ തോന്നില്ല അദ്ദേഹത്തിന്റെ ഒപ്പം എത്താൻ പറ്റുന്നോ. കാരണം അദ്ദേഹം അതിലേക്ക് വേണ്ടി ഫുൾ ടൈം കമ്മിറ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ കൈക്കരുത്തിനെ നിലനിർത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം അല്പമെങ്കിലും അതിൽ അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാലോ കഴിവ് പോവും, ഇല്ലേ? അപ്പൊ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് ആ പ്രാക്ടീസ് മുടക്കാതെ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ എത്രയോ കാലം തുടരാൻ പറ്റി. അത്രയും കാലം തുടരാൻ ആർക്കും പറ്റാറില്ല. ഒരു 20-ാം വയസ്സിൽ അവിടെ ശോഭിച്ചു വരും. ഒരു 30-ാം വയസ്സാകുമ്പോഴേക്കും 33, 34 ഒക്കെ ആകുമ്പോഴേക്കും റിട്ടയർ ചെയ്യും. ഒരു 13 to 15 വർഷമാണ് ഒരു നല്ല ക്രിക്കറ്റർ കളിക്കുന്ന കാലം. ഇദ്ദേഹം എന്തായി 16 വയസ്സിലേ വന്നു. അധ്വാനം കൊണ്ട് 16 വയസ്സിൽ വന്നു. 38 വയസ്സ് വരെ, 40 വയസ്സിന്റെ അടുത്ത് വരെ രംഗത്തുണ്ടായിരുന്നു. അപ്പൊ എത്ര കാലം? 24 കൊല്ലം അദ്ദേഹത്തിന്റെ ആ ശക്തി നിലനിർത്താൻ സാധിച്ചു. ആ കായിക ക്ഷമത, അദ്ദേഹത്തിന്റെ കാര്യക്ഷമത, അദ്ദേഹത്തിന്റെ രംഗത്ത് ശോഭിക്കാൻ വേണ്ടി നിരന്തരമായ അഭ്യാസം. അദ്ദേഹം ഒരു ഇന്ദ്രനല്ലേ? അതുപോലെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ കൈക്കരുത്താണ്. ആ കൈക്കരുത്തുള്ള അതുകൊണ്ടാണ് കൈകളുടെ ദേവതയായിട്ട് ഇന്ദ്രനെ സങ്കല്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പാദത്തിന്റെ ദേവതയായിട്ട് വിഷ്ണുവാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വാമനനെ ഉദ്ദേശിച്ചാണ്. ഉപേന്ദ്രൻ എന്നാ പറയാ. പാദത്തിന്റെ ദേവത ഉപേന്ദ്രനാണ്, അല്ലെങ്കിൽ ത്രിവിക്രമനാണ്. അദ്ദേഹം തന്നെയാണ് ത്രിവിക്രമനായി തന്റെ വലിയ പാദങ്ങളെ കൊണ്ട് 14 ലോകങ്ങളും ഒറ്റയടിക്ക് അളന്നത്, അല്ലെ? 2 കാലുകളെ കൊണ്ട് 14 ലോകങ്ങൾ അളന്നില്ലേ ഭഗവാൻ വാമനനായിട്ട് വന്ന് ത്രിവിക്രമനായിട്ട്. അപ്പൊ ക്രമിക്കുക എന്ന് പറഞ്ഞാൽ പാദവിക്ഷേപം ചെയ്യുക. അത് നല്ലോണം വ്യാപിക്കാനുള്ള സാമർഥ്യമാണ്. ആ വ്യാപിക്കാനുള്ള ശക്തിയാണ് ആര്? വിഷ്ണു അഥവാ ത്രിവിക്രമൻ അല്ലെങ്കിൽ വാമനൻ. അതാണ് നമ്മുടെ പാദത്തെയും അനുഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ പാദത്തിൽ വിഷ്ണുവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് സൂര്യന്റെ അനുഗ്രഹം. സൂര്യനാണ് ദേവത കണ്ണുകൾക്ക്. ഇതെല്ലാം നീ പറയാൻ പോകുന്ന വിഷയമാണ് കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാതുകൾക്ക് ദിക്കാണ് ദേവത, നാവിന് വരുണനാണ് ദേവത, സംസാരിക്കുമ്പോ നാവിന് അഗ്നിയാണ് ദേവത, മൂക്കിന് അശ്വിനി ദേവന്മാരാണ് ദേവത, നമ്മുടെ ബുദ്ധിക്ക് ബൃഹസ്പതിയാണ് ദേവത, മനസ്സിന് ചന്ദ്രനാണ് ദേവത, അഹങ്കാരത്തിന് രുദ്രനാണ് ദേവത, നമ്മുടെ ഓർമ്മശക്തികൾക്ക് നമ്മുടെ ചിത്തത്തിന് വാസുദേവനാണ് ദേവത. ഇങ്ങനെ ഓരോന്നിനും ഓരോ ദേവതാ ഭാവത്തിൽ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ അവയവങ്ങളെയും രക്ഷിക്കുന്ന, അതിനെ പ്രവർത്തനക്ഷമമാക്കുന്ന ഈശ്വരന്റെ അംശം, ചൈതന്യം, അതിനെയാണ് എന്ത് പറയുന്നത്? ദേവത എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ദേവതകളും അതാത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ഇതിലെ യജ്ഞശബ്ദത്തിന് ഹോമം എന്ന അർത്ഥത്തിലല്ല. ഹോമ കൊണ്ടുണ്ടാക്കിയിട്ട് ഹോമിക്കലല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഹോമമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടൊരു ഹോമം ചെയ്യുക. എന്റെ വാക്കുകളെ നിങ്ങളുടെ ചെവിയാകുന്ന ഹോമകുണ്ടത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് ഒരു ഹോമമാണ്. നിങ്ങൾ കണ്ണുകൊണ്ട് എന്നെ ആവഹിച്ചെടുക്കുന്നത് ഒരു ഹോമമാണ്. കാതുകൊണ്ട് എന്റെ ശബ്ദത്തെ ആവഹിച്ചെടുക്കുന്നത് ഒരു ഹോമമാണ്. നിങ്ങളും ഹോമം ചെയ്യുന്നു, ഞാനും ഹോമം ചെയ്യുന്നു. ആഹൂതിയാണ് ചെയ്യുന്നത്. അത് യജ്ഞമാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ഒരു യജ്ഞം ചെയ്യുന്നു, നിങ്ങളും അതിൽ ഒന്നിച്ച് സഹകരിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ ഒന്നിച്ച് എന്ത് ചെയ്യണു? യജ്ഞം ചെയ്യുന്നു. നമ്മളെയൊക്കെ ജനിക്കുമ്പോഴേ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഈശ്വരൻ എല്ലാവരെയും പ്രവർത്തനക്ഷമം ആയിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അതാണ് സഹ യജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുക്. ഭഗവത്ഗീതയിൽ പറയും 3-ാം അധ്യായത്തില്. ഈ പ്രജകളെ, ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും ഈശ്വരൻ സൃഷ്ടിച്ചപ്പോൾ അത് ഈ സഹയജ്ഞന്മാരായിട്ടാണ് സൃഷ്ടിച്ചത്. സഹയജ്ഞാഹ പ്രജാഹ സൃഷ്ട്വാ. സഹയജ്ഞാഹ എന്ന് പറഞ്ഞാൽ
കർമ്മശേഷിയുള്ളവരായി. യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ പര്യായം തന്നെയാണ്. ആ കർമ്മം നമ്മള് അഹങ്കാരത്തോടുകൂടി ചെയ്യുന്നില്ലെങ്കിൽ അത് യജ്ഞമായി. ഞാൻ ചെയ്യുന്നു എന്ന ഭാവം വന്നാൽ അത് യജ്ഞഭാവം നഷ്ടപ്പെട്ടു. യജ്ഞനാരാണ്? യജ്ഞൻ വിഷ്ണുവാണ്. യജ്ഞോ വൈ വിഷ്ണു. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട് ആ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എന്റെ ഉള്ളിലും നിറഞ്ഞ് എന്റെ കരണങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തിധര സ്വധാംന അന്യാൻ ച ഹസ്തചരണ ശ്രവണത്വകാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പൊ എന്റെ കണ്ണുകളെ കാണിക്കുന്നത്, എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നത്, എന്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നത്, എന്റെ കൈകളെ ഇങ്ങനെ ഇഷ്ടം പോലെ ചലിപ്പിക്കാനും എടുക്കാനും കൊടുക്കാനും ഒക്കെ കഴിവുള്ളതാക്കിയിരിക്കുന്നത്, എന്റെ പാദങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ശക്തി നൽകുന്നത്, എന്റെ ആന്തരികങ്ങളായിട്ടുള്ള ഓരോ അവയവങ്ങളെയും അതാതിന്റെ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് ഒക്കെ ആരുടെ ശക്തിയാണ്? ആ യജ്ഞൻ എന്ന വിഷ്ണുവിന്റെ ശക്തിയാണ്. അപ്പൊ ഞാൻ എന്റെ ഈ കരണങ്ങളെ കൊണ്ടൊക്കെ ചെയ്യുമ്പോഴും ആര് ചെയ്യുന്നു? യജ്ഞൻ ചെയ്യുന്നു എന്നുള്ള ഭാവനയോടുകൂടി ചെയ്താലോ, ഞാൻ യജ്ഞന്റെ കയ്യിലെ നിമിത്തമാത്രം, ഉപകരണം മാത്രം. യജ്ഞനാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ വെറും നിമിത്തമാത്രം, ഉപകരണം മാത്രം. യജ്ഞന്റെ കയ്യിലെ ഒരു ടൂൾ, ഒരു ആശാരിയുടെ കയ്യിലെ ഉളി പോലെ, അല്ലെ? അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിന്റെ കയ്യിലെ ഒരു സ്പാനറോ സ്ക്രൂ ഡ്രൈവറോ പോലെ ഞാൻ ഈശ്വരന്റെ കയ്യിലെ ഉപകരണമാണ്. അപ്പൊ എന്തില്ല? അഹങ്കാരമില്ല. അങ്ങനെ നമ്മൾ അഹങ്കാരമില്ലാതെ ലോകക്ഷേമത്തിനും അവനവന്റെ നിലനിൽപ്പിനും അവനവന്റെ അഭിവൃദ്ധിക്കുമായി ശ്രേയസ്സിനുമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്താവും? അപ്പോ യജ്ഞമാകും. അപ്പൊ ദേവന്മാർ യജ്ഞം ചെയ്തു എന്ന് പറഞ്ഞാൽ ദേവന്മാർ സ്വാർത്ഥത കൂടാതെ നമ്മളെയൊക്കെ സേവിച്ചുകൊണ്ടേയിരിക്കണം. ആ ഈശ്വരന്റെ അംശമായ ദേവന്മാർ ആ ഈശ്വരനെ ഭയന്നുകൊണ്ട് ഈശ്വരാജ്ഞയനുസരിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടികളെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന് മറ്റൊരു ഉപനിഷത്തിൽ പറയുമ്പോ ഭീഷാസ്മാത് വാഗപ്പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർദാവതി പഞ്ചമ ഇതി. അവനെ, ആ പരമാത്മ ചൈതന്യത്തെ, ഈശ്വരനെ, ഭഗവാനെ ഭയന്നുകൊണ്ട് ഭീഷ വാദഃ പവതേ കാറ്റ് വീശുന്നു, ഭീഷോദേതി സൂര്യഃ അവനെ ഭയന്നുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നു, ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച അവനിൽ നിന്നുള്ള ഭയം കൊണ്ട് അഗ്നി തന്റെ പ്രവൃത്തി ചെയ്യുന്നു, ചൂടുള്ളതായിരിക്കുന്നു, വസ്തുക്കളെ ദഹിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. അതൊക്കെ അഗ്നിയുടെ ധർമ്മമാണ്. ആരെ ഭയന്നിട്ട്? അഗ്നിയുടെ ബോസിനെ ഭയന്നിട്ട്. ഇവിടെ ബോസും അഗ്നിയും തമ്മിൽ ഭേദമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അഗ്നിയെ തന്നെ പരമാത്മാവായി ഉപാസിക്കാം. അതാണ് വേദം ആരംഭിക്കുമ്പോ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ മാത്രം ഓർമ്മ വരുന്നില്ല. അപ്പോ ആ അഗ്നിയാണ് ഉപാസിച്ചു തുടങ്ങുന്നത്. യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതവം. അപ്പോ ആ അഗ്നിയെ പുരോഹിതനായിട്ട് ഉപാസിക്കുന്നു. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പൂണൂരിട്ടിട്ട് കർപ്പൂരാരതി കാണിക്കുന്ന ആള് നല്ല അർത്ഥം. മുമ്പേ നടക്കുന്നവൻ, നമ്മൾക്ക് ഹിതം പ്രവർത്തിക്കുന്നവൻ. പുരഹ എന്ന് പറഞ്ഞാൽ മുമ്പിൽ നടന്ന് നമുക്ക് ഹിതത്തെ പ്രവർത്തിക്കുന്നവൻ. അപ്പൊ ആ നമ്മൾക്ക് വഴികാട്ടിയായി, ഗുരുവായി മാർഗദർശനം ചെയ്യുന്നവനാണ് ഈശ്വരൻ, ആ പരമാത്മ. അതിനെ ഞാൻ അഗ്നി രൂപത്തിലൂടെ ആവഹിക്കുന്നു, ഉപാസിക്കുന്നു. അതാണ് ഋഗ്വേദം ആരംഭിക്കുമ്പോൾ ആ അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ്. ആ അഗ്നിയുടെ തത്വം തന്നെയാണ് നമ്മുടെ പല ദേവതകളും. ഗണേശ ഭഗവാൻ അഗ്നി തത്വമാണ്, ദുർഗാ ഭഗവതി അഗ്നി തത്വമാണ്. ആ അഗ്നിയെ തന്നെയാണ് നമ്മൾ ആ രൂപത്തില് ആരാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ വൈദികങ്ങളായിട്ടുള്ള മന്ത്രങ്ങളും അതിലെ ദേവതകളും ഒക്കെ പ്രതീകങ്ങളാണ് എന്ന് പറയാം. വലിയൊരു
സന്ദേശത്തെ നൽകുന്നതാണ്. അത് വിചാരം ചെയ്താലേ അത് തെളിഞ്ഞു കിട്ടുള്ളൂ. അതാണ് മന്ത്രം എന്ന് മുമ്പേ തന്നെ പറഞ്ഞത്. അപ്പോ എന്താ പറഞ്ഞത്? യത് പുരുഷേണ ഹവിഷ ദേവാ യജ്ഞം അതന്മത. ഇവിടെ പുരുഷരൂപമാകുന്ന ഹവിസ് കൊണ്ട്, ഇവിടെ പുരുഷരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചം തന്നെ പുരുഷരൂപം അല്ലേ? ആ പ്രപഞ്ചത്തിൽ നിന്ന് ഒന്നെടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു, ഇവിടുന്നെടുത്ത് അങ്ങോട്ട് വെക്കുന്നു. മെറ്റീരിയൽ എന്താണ് യജ്ഞത്തിന്? ഈ വിശ്വം തന്നെയാണ്. അത് തന്നെയാണ് മറ്റേ ഗീതയിൽ പറയുന്നത്, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഈ ശ്ലോകത്തിന്റെ ആശയമാണ് പുരുഷേണ എന്നുള്ള ശബ്ദം കൊണ്ടിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. യത് പുരുഷേണ ഹവിഷ ദേവാ യജ്ഞം അതന്വത. ദേവന്മാർ യജ്ഞത്തെ വിസ്തരിച്ചു, അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കൊണ്ട് ഈ പ്രപഞ്ച പ്രവർത്തനത്തെ ചലിപ്പിക്കുന്നവരാണ്, പ്രപഞ്ച ചക്രത്തെ ചലിപ്പിക്കുന്നവരാണ് ദേവന്മാരെന്ന് പറയുന്ന ഈശ്വരാംശങ്ങൾ. ഓരോ ഭാഗത്തും ഓരോരുത്തര് അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ച ചക്രം, ഈ പ്രപഞ്ചമാകുന്ന യന്ത്രം അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു വലിയ യന്ത്രമുണ്ടെങ്കിൽ ആ യന്ത്രത്തില് ഒരുപാട് പാർട്സ് ഉണ്ട് അല്ലേ? പല പാർട്സ് ഉണ്ടാവും. അതിൽ നട്ടും ബോൾട്ടും അതിന്റെ എൻജിനും അതിന്റെ എന്താ പറയുക, ഒരു വാഹനമാണെങ്കിൽ അതിലെ ഗിയറ്, സ്റ്റിയറിംഗ്, എന്തൊക്കെ ക്ലച്ച്, എന്തൊക്കെ വ്യവസ്ഥകളാണ്. ഇതെല്ലാം ഒരേപോലെ പ്രവർത്തിക്കണ്ടേ? എല്ലാം ഒരേ സമയത്ത് പ്രവർത്തിച്ചാലേ ഈ യന്ത്രം കറങ്ങുള്ളൂ, ഇത് പോകുള്ളൂ. അപ്പൊ അതിലുള്ള ഓരോ പാർട്സും അതിന്റെ പങ്ക് വഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നട്ടോ ബോൾട്ടോ പോലും അതൊന്ന് ഊരിപ്പോവുകയോ അസ്ഥാനത്തായി പോവുകയോ ചെയ്താൽ അത് നിന്നുപോകും അല്ലേ? അപ്പൊ എല്ലാം പ്രോപ്പറായിട്ട് അതാത് സ്ഥാനത്തിരുന്ന് അതിന്റെ ഫംഗ്ഷൻ ചെയ്യുമ്പോഴേ ആ വാഹനം എന്ന യന്ത്രം പ്രവർത്തിക്കുള്ളൂ. അതുപോലെ ഈ പ്രപഞ്ചമാകുന്ന യന്ത്രം, ഈ പ്രപഞ്ച ചക്രം, അത് ഓരോ ദേവന്മാർ അതാതിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് അതാത് പ്രവൃത്തി ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? ആ ദേവന്മാരെ സഹായിക്കണം. ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക ശക്തികൾ, പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്ന ശക്തികൾ. ആ ശക്തികളോട് അനുകൂലമായിട്ട് നമ്മളും, അവര് ഉന്തുമ്പോ നമ്മളൊരു തള്ളു പുറകിൽ നിന്ന് അല്ലെ, ഉന്തോടുകൂടെ ഒരു തള്ളു എന്ന് പറയും. അപ്പൊ നമ്മളാലാവുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെയാണോ നമ്മുടെ ശ്രീരാമസ്വാമി സേതുബന്ധനം ചെയ്യുമ്പോൾ വലിയ വലിയ വാനരന്മാര് വലിയ പർവ്വതങ്ങൾ എടുത്തോണ്ട് വന്നു. അണ്ണാരക്കണ്ണൻ എന്ത് ചെയ്തു? തന്നാലായത് അല്ലേ? അണ്ണാരക്കണ്ണൻ ആ മണലിലൊന്ന് ഉരുണ്ടിട്ട് ഈ ചിറയിൽ കൊണ്ടുവന്ന് മണലൊന്ന് കുടഞ്ഞു. എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ മുങ്ങി മണൽ ഉരുണ്ടു, മണൽ കൊണ്ടുവന്നിട്ടു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ച യന്ത്രത്തെ, അതിന്റെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷന് നമ്മുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. ദേവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവാ യജ്ഞം അതന്മത. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. നിങ്ങൾ യജ്ഞങ്ങളെ കൊണ്ട് ദേവന്മാരെ പോഷിപ്പിക്കൂ. ഭാവയത അനേന യജ്ഞേന ദേവാൻ ഭാവയത തേ ദേവാ ഭാവയന്തു വഹ. ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പരസ്പരം ഭാവയന്തഃ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരായിട്ട്, അഭിവൃദ്ധിയെ പ്രാപിക്കേണ്ടവരായിട്ട് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അത് യജ്ഞമായി. അപ്പൊ നമ്മള് ഈ ലോകവുമായിട്ട് ഒരു ഹാർമണിയിൽ ഇരിക്കണം. ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ അനുകൂലിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. ഒരു ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു സിങ്ക് ആവണം, സിങ്ക്രണൈസിങ് അല്ലെ? ഒരു ഗിയർ ബോക്സ്, ആ ഗിയറുകള് ഒക്കെ അതിന്റെ പ്രോപ്പറായിട്ട് സിങ്ക് ആയിട്ടില്ലെങ്കിൽ എന്താവും? ഗിയർ ബോക്സ് നിന്ന് ശബ്ദം വരാൻ തുടങ്ങും, അവസാനം പൊട്ടിത്തെറിക്കും. ഗിയർ ബോക്സ് കഷ്ണം കഷ്ണമാവും. അതില് വീലുകൾ തമ്മിൽ സിങ്ക് ആവണം, സിങ്ക്രണൈസ്ഡ് ആവണം, കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കണം.
വലിയ വീലുകൾ ഉണ്ടാവും, ചെറിയ വീലുകൾ ഉണ്ടാവും. അതിന്റെ RPM ഒക്കെ കറക്റ്റ് ചെയ്ത് സ്വയം ഒരു ഒന്നിച്ചു പോകണം. അപ്പൊ അതുപോലെയാണ് ഈ പ്രപഞ്ചവും. ഈ പ്രപഞ്ചമാകുന്ന യന്ത്രത്തെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ റോൾ ഭംഗിയായി നിർവഹിച്ച് ചലിപ്പിക്കണം. അപ്പോഴെന്തുണ്ടാവും? അഭിവൃദ്ധി ഉണ്ടാവും. നിങ്ങൾ ദേവന്മാരെ പോഷിപ്പിക്കുമ്പോൾ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കും. അങ്ങനെ പരസ്പരം ഭാവയന്ത ശ്രേയസ് പരമവാപ്സ്യത. പരമമായ ശ്രേയസിനെ പ്രാപിച്ചാലും നമുക്ക് ശ്രേയസിനെ പ്രാപിക്കാം ഒന്നിച്ച്, ഒത്തൊരുമിച്ച്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ആളുകൾ വിവരമില്ലാതെ പരസ്പരം കലഹിച്ച് ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് എത്ര പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുക, അല്ലേ? അഭിവൃദ്ധിക്ക് പകരം ഉത്തരോത്തരം ഒന്നിച്ചു ചേർന്ന് ഈ പ്രപഞ്ച തത്വമെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിന്റെ എല്ലാം നിയാമകനായ ഈശ്വരനെ ബഹുമാനിച്ചുകൊണ്ട്, ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന നിയമങ്ങളെ പാലിച്ചുകൊണ്ട്, ഈശ്വരൻ നമുക്ക് വിധിച്ചിരിക്കുന്ന റോളുകളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രവൃത്തികളെല്ലാം നമ്മൾ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കെല്ലാവർക്കും എത്ര സുന്ദരമായിട്ട് ഈ ലോകത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാം. പക്ഷേ ഇന്നിപ്പോ നമ്മള് നിസാര കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തല്ലും കൊല്ലലും വെട്ടലും എന്താ പറയുക ലോകമഹായുദ്ധങ്ങൾ വരെ ആയിത്തീരുന്നു, അല്ലേ? എന്തുകൊണ്ടാണത്? ഈ അറിവില്ലാതെ. നമ്മളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്, നമ്മളൊക്കെ ഒന്നിൽ നിന്ന് വന്നവരാണ്, ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതം ഒരു യജ്ഞമായി മാറണം. യജ്ഞനിൽ സമർപ്പിതമായ നമ്മളെ കൊണ്ടാവുന്ന കോൺട്രിബ്യൂഷൻ എല്ലാ രംഗത്തും കൊടുത്തുകൊണ്ട് നമ്മൾ എവിടെ ഇരിക്കണോ അവിടേക്ക് ഫിറ്റ് ആയിട്ടിരിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ അവിടെ ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഔട്ടാക്കപ്പെടും. എവിടെ നിങ്ങൾ ഫിറ്റ് അല്ലയോ അവിടെ നിങ്ങളെ അധികകാലം പ്രകൃതി വെച്ചേക്കില്ല. നിങ്ങൾ ഒരു ഭർത്താവിന്റെ റോളിൽ ഫിറ്റ് ആയിരിക്കണമെങ്കിൽ ഭർത്താവിന്റെ ഡ്യൂട്ടീസ് ഒക്കെ അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ ഭാര്യയും മക്കളും കൂടി നിങ്ങളെടുത്ത് പുറത്തിടും. നിങ്ങളൊരു ഭാര്യ നല്ല ഭാര്യയായിട്ടിരിക്കണമെങ്കിൽ ആ റോളുകൾ ഭംഗിയായിട്ട് നിർവഹിച്ചാൽ ഭർത്താവ് പുറത്തിടാതിരിക്കും. നല്ല മക്കളായിട്ടിരിക്കണമെങ്കിൽ മക്കളുടെ റോൾ അറിഞ്ഞ് പ്രവർത്തിക്കണം, അല്ലെ? അച്ഛനമ്മമാർ നല്ലവരായിരിക്കണമെങ്കിൽ അവരുടെ റോൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ മക്കൾ പിടിച്ച അച്ഛനമ്മമാരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. ഏത് ഉദ്യോഗത്തിന് പോയാലും ഏത് സ്ഥാപനത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി എന്താണ്, നമ്മുടെ ധർമ്മം എന്താണെന്ന് അറിഞ്ഞ് അവിടെ പ്രവർത്തിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് അധികം താമസിയാതെ പുറത്താക്കപ്പെടും. അത് പ്രകൃതി നിയമമാണ്. നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി, നിങ്ങൾ താനേ ഔട്ടായിക്കോളും. അപ്പൊ ഇതാണ് ദേവന്മാർ ചെയ്തു എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഒപ്പം ചെയ്യേണ്ടതാണ്. യത് പുരുഷേണ ഹവിഷാ ദേവയജ്ഞമതന്മത. അപ്പൊ പുരുഷനെ തന്നെ ഹവിസ്സാക്കി. ഹവിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യത്തിന്റെ പേരാണ് ഹവിസ്. അപ്പോ മെറ്റീരിയൽ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ നമ്മൾ എടുക്കണം. ഈ പ്രപഞ്ചത്തെ തന്നെ ആവശ്യമായ മെറ്റീരിയൽ ആക്കി നമ്മുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. വാട്ടവർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ ആ അവൈലബിളിനെ നല്ല രീതിയിൽ നമ്മൾ കൺസേർവ് ചെയ്ത്, അല്ലെ, വേണ്ട പോലെ ദൂർത്തടിക്കാതെ വളരെ ശ്രദ്ധയോടെ ഉപഭോഗം ചെയ്യണം. അതാണ് അതിന്റെ താല്പര്യം. അപ്പൊ വസന്തോ അസ്യ ആസീദാജ്യം ഗ്രീഷ്മ ഇദ്മഹ ശരദ് ഹവിഹി. അപ്പോ ഒരു യജ്ഞം ചെയ്യുമ്പോ വേണ്ട സാമഗ്രികളെ ചുരുക്കി പറഞ്ഞതാണ് ആജ്യം ഇദ്മ ഹവി. ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്യ്. നെയ്യിന്റെ ഒരു പര്യായമാണ് ആജ്യം. പക്ഷെ യാഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന നെയ്യ് എന്ന് പറഞ്ഞാല് അടുപ്പത്ത് ചീനച്ചട്ടിയിൽ വെച്ച് ഉരുക്കിയെടുക്കലല്ല, വെയിലത്ത് ഉരുക്കിയെടുക്കണം. വെണ്മയെ വെയിലത്ത് വെച്ചെടുക്കുമ്പോഴാണ് അത് ആജ്യം എന്ന് പറയുക. അങ്ങനെ ആ ആജ്യം കൊണ്ട് വേണം ഹവനം ചെയ്യാനായിക്കൊണ്ട്, ഹോമം ചെയ്യാനായിക്കൊണ്ട്, യജ്ഞത്തിൽ സമർപ്പിക്കാനായിക്കൊണ്ട്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ എന്താ ചെയ്യണം? സൗകര്യത്തിന് ആരെങ്കിലും നെയ്യ് എന്ന് ലേബൽ ഒട്ടിച്ചാൽ മതി. എന്താ സാധനം എന്ന് പോലും നോക്കില്ല. എന്തിന്റെ നെയ്യാണ്, പല ജന്തുക്കളുടെയും കൊഴുപ്പാണോ എന്ന് പോലും നോക്കില്ല. നമ്മൾ പശുവിന്റെ നെയ്യ് തന്നെയാണോ നമ്മൾ കൊണ്ടുപോയി ഹോമിക്കും, അല്ലെ? ശ്രദ്ധയില്ല നമുക്ക്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൊന്നും ശ്രദ്ധയില്ലാതായി കൊണ്ട് എന്ത് കിട്ടിയാലും എടുത്ത് ഹോമിക്കുക തന്നെ.
വിളക്കെണ്ണ എന്നൊക്കെ എന്തൊക്കെയോ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും ഉപയോഗിക്കാൻ കൊള്ളില്ല. അതൊക്കെ എന്താ പറയുക, ഈ മെക്കാനിക്കൽ ഓയിലുകളെ റിഫൈൻ ചെയ്ത് അതില് സെന്റ് അടിച്ച് വരികയാണ്. നല്ലെണ്ണ എന്നൊക്കെ പേരിൽ വരുന്നത് പലതും നല്ലെണ്ണയൊന്നും അല്ല. കാരണം അതിന്റെ വില നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഈ വിലക്ക് നല്ലെണ്ണ കിട്ടില്ല. ഒരു ലിറ്റർ നല്ലെണ്ണയ്ക്ക് 200 റുപ്യ 250 റുപ്യ കൊടുക്കാൻ കിട്ടുമോ? നല്ല വില കൊടുക്കണം നല്ലെണ്ണയ്ക്ക്. 500 രൂപയുടെ അടുത്ത് ചെലവാകും. നല്ല വെള്ള പാകത്തിൽ ഉണക്കി 1 ലിറ്റർ എണ്ണ ഉണ്ടാക്കണമെങ്കിൽ 450 രൂപയോളം വരും. അവള് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നാളികേരത്തിന്റെ എണ്ണയാണെങ്കിലും അതേപോലെ തന്നെയാണ്. നല്ലതുപോലെ കൊപ്ര പാകത്തിൽ ഉണക്കിയിട്ട് ഇതായിട്ട് വരുമ്പോഴേക്കും ഒരു 250 രൂപയിൽ കുറയാതെ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ചെലവുണ്ട്. ഇപ്പൊ കൂടി വരുന്നുണ്ട്. ഇതിന് നാളികേരത്തിന് വില കൂടി അല്ലേ? ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ അറിയാം. അപ്പൊ ഈ കിട്ടുന്ന സാധനം എന്താണ്? 175-നും 200-നും പവിഴം, സ്വർണം, പവിത്രം എന്നൊക്കെ പല ലേബൽ ഒഴിച്ച് വരുന്നുണ്ട്. ഇതൊന്നും പൂജയ്ക്ക് കൊണ്ടുവന്നതോ അടുക്കളയിൽ കുക്കിങ്ങിനോ ഉപയോഗിച്ചാൽ ക്യാൻസർ വരും. അത് പൂജയ്ക്ക് ഉപയോഗിച്ചാലും അതിന്റെ പുക കൊണ്ട് ക്യാൻസർ വരും. അടുക്കളയിൽ കുക്കിങ്ങിന് ഉപയോഗിച്ചാലും ക്യാൻസർ വരും, ഉറപ്പാണ്. അങ്ങനെയുള്ള മാലിന്യങ്ങളെ കൊണ്ടാണ് ഇവിടെ നമ്മൾ എണ്ണ എന്ന് കരുതുന്നത്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കൂ. നല്ല ജനുവിൻ ആയിട്ടുള്ള എണ്ണയ്ക്ക് വില കൊടുക്കേണ്ടി വരും. അത് കുറച്ചാണെങ്കിൽ കുറച്ച് കത്തിച്ചാൽ മതി. മറ്റേ നിങ്ങൾ ഒരുപാട് വിളക്ക് കത്തിക്കുന്നതിന് വരെ ഒരു ചെറിയ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ നല്ല എണ്ണ കൊണ്ട് കത്തിക്കുക, ശുദ്ധമായിട്ടുള്ള എണ്ണ കൊണ്ട് കത്തിക്കുക. അതുപോലെ നെയ്യാണെങ്കിലും സന്ദർഭവശാൽ പറഞ്ഞു പോയതാണ്. അപ്പൊ എന്താണ് ഇവിടെ ആജ്യം? വസന്തഃ ആസീദസ്യ ആജ്യം. ഈ യജ്ഞത്തിന് ദേവന്മാർ ആജ്യമാക്കിയത് വസന്ത ഋതുവിനെയാണ്. കാരണം വസന്ത ഋതുവിലാണ് എല്ലാ സസ്യങ്ങളും പുഷ്പിക്കുകയും പൂക്കുകയും മറ്റേ കായ്കൾ ഉണ്ടാവുകയും ചെയ്യുക. അപ്പൊ ആ കായ്കളുടെ സമൃദ്ധി അത് നെയ്യ് പോലെയാണ് അല്ലേ? കായ്കളാണല്ലോ മാംസളമായിട്ട് കൊഴുപ്പ്. അത് നെയ്യിനോട് ഉപമിച്ചിരിക്കുകയാണ്. നെയ്യ് എന്ന് പറഞ്ഞാൽ പശുവിനെ നമ്മൾ വളർത്തുന്നത് ഈ പറഞ്ഞമാതിരി വെണ്ണയ്ക്കും നെയ്യിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ ഈ പ്രകൃതിയിലുള്ള വൃക്ഷങ്ങളൊക്കെ നമുക്ക് ഫലത്തെ നൽകുന്നു, പ്രയോജനത്തെ നൽകുന്നു, നമുക്ക് ശക്തി നൽകുന്നു, പഴങ്ങളൊക്കെ നൽകുന്നു. അപ്പോ ആ പഴങ്ങളൊക്കെയാണ് ഇവിടെ വസന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പഴങ്ങളാണ് ഇവിടുത്തെ ആജ്യം. നെയ്യിന് പകരം ഹോമിക്കേണ്ടത് നമുക്ക് വേണ്ടി തരികയാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് ദേവന്മാർ ഹവിസ് സമർപ്പിക്കുന്നത് ഫലപുഷ്പങ്ങളായിട്ടാണ്. വസന്ത അസ്യ ആജ്യമാസീത്. അതുപോലെ ഗ്രീഷ്മ ഇദ്മഹ. ഇദ്മഹ എന്ന് പറഞ്ഞാൽ ഇന്ധനം. കത്തിക്കാൻ സമിത്ത് വേണം അല്ലെ? ഹോമം ഇതാകുമ്പോ അതിൽ പ്ലാശിൻ കമ്പ് ഇടും. പ്ലാശ എന്ന് പറയുന്ന അതിന്റെ കൊള്ളികളാണ് അഗ്നി ഇതാക്കാനായിട്ട്, ജ്വലിപ്പിക്കാനായിട്ട് ഹോമകുണ്ടത്തിലിടുക. അതിനാണ് ഇദ്മ എന്ന് പറയുന്നത്, ഇന്ധനം. അതെന്താണ്? ഗ്രീഷ്മ. ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. വേനൽക്കാലത്ത് ഈ ലോകം എല്ലാം ഉണങ്ങും അല്ലെ? ഉണങ്ങിയ വിറക് പോലെയാവും.
ഗ്രീഷ്മ യുഗ്മഃ. വേനൽക്കാലം ഗ്രീഷ്മ ഋതു അത് ഇന്ധനമായിട്ട് ഭവിച്ചു. അതുപോലെ ശരത്ത് ഹവിഹി, ശരത്ത് എന്ന് പറഞ്ഞാൽ ശരത് ഋതു അത് ഹവിസായി. ഹവിസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളും അത് ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന പായസാദികളൊക്കെയാണല്ലോ നമ്മൾ ഹവിസായിട്ട് സമർപ്പിക്കുക. അപ്പൊ ധാന്യങ്ങളാണ് അവിടെ മുഖ്യം. അത് ശരത്കാലത്താണ് കൂടുതലായിട്ടും നമുക്ക് അവൈലബിൾ ആവുക. നമ്മള് അല്ലെ കന്നിക്കൊയ്ത്ത്, കന്നിമാസത്തിലും തുലാമാസത്തിലും ഒക്കെയാണ് നമ്മള് വിളവെടുപ്പൊക്കെ കൂടുതലായിട്ടുണ്ടാവുക. മഴക്കാലം കഴിഞ്ഞ് ചിങ്ങമാസവും കഴിഞ്ഞ് കന്നി തുലാമാവുമ്പോഴാണ് ശരത്കാലം. ആ ശരത്കാലത്താണ് പ്രകൃതിയില് വിളവ് ധാരാളമായിട്ട് ധാന്യങ്ങളൊക്കെ വിളഞ്ഞു നിൽക്കുക. അപ്പോ ആ ധാന്യങ്ങളെ ഹവിസായിട്ട് സമർപ്പിച്ചു. ഇവിടെ 3 ഋതുക്കൾ പ്രധാനമായിട്ടുള്ളതിനെ പറഞ്ഞു. വസന്തം, ഗ്രീഷ്മം, ശരത്ത്. അത് 3 ദ്രവ്യങ്ങളുടെ പ്രതീകങ്ങളാണ്. ഒന്ന് വസന്തകാലം, ആജ്യത്തെ നമുക്ക് ധാരാളമായി നൽകുന്ന കാലം. ഗ്രീഷ്മകാലം വിറക് അഥവാ ഇന്ധനങ്ങളെ നൽകുന്ന കാലം. ശരത്കാലം ധാന്യങ്ങൾ നൽകി ഹവിസ് ധാരാളമായിട്ട് നൽകുന്ന കാലം. അപ്പൊ ദേവന്മാർ നമുക്ക് ഈ ഋതുക്കളിലൂടെ ഈ ദ്രവ്യങ്ങളൊക്കെ തന്നുകൊണ്ടിരുന്നു ഈ ലോകത്തിലേക്ക്. നമ്മളൊക്കെ പുരുഷന്മാരാണ്. ഈ പുരുഷ രൂപത്തിലേക്ക് ദേവന്മാർ നമുക്ക് തന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ച് ദേവന്മാർക്കും കൊടുക്കണം. ഇതൊക്കെ എടുത്തിട്ട് ഈ തന്നതിനെയൊക്കെ അങ്ങോട്ടും ചെറുതായിട്ട് സമർപ്പിക്കണം. ദേവയജ്ഞങ്ങളിലൂടെ തിരിച്ചു കൊടുക്കണം എന്നതാണ്. ദേവാൻ ഭാവയതാനീന തേ ദേവാ ഭാവയന്തുവഃ. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ട, പ്രകൃതിയിൽ വേണ്ടതായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യങ്ങളും ദേവന്മാർ അതാത് കാലത്തിൽ തന്നുകൊണ്ടിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇതിനെ ഒരു യജ്ഞഭാവനയായിട്ട് പറഞ്ഞത്. ഇവിടെ യജ്ഞം എന്നുള്ളത് കർമ്മം തന്നെയാണ്. യജ്ഞ കർമ്മ സമുദ്ഭവ, കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ഗീതയിൽ 3-ാം അധ്യായത്തിൽ കാണാം. യജ്ഞം എന്നാൽ കർമ്മമാണ്. ആ കർമ്മം എവിടുന്നാണ് ഉത്ഭവിച്ചത്? ബ്രഹ്മോത്ഭവം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അത് ഈശ്വരന് സമർപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഈശ്വര സമർപ്പണമാക്കി മാറ്റിയാൽ അതെന്തായി? യജ്ഞമായി. ദേവന്മാരൊക്കെ അവരുടെ കർത്തവ്യങ്ങൾ ഈശ്വര അർപ്പണമായി ചെയ്യുന്നു. സ്വകർമ്മണ തമഭ്യർച്ച്യ. ഓരോരുത്തരും അവരവരുടെ കർമ്മം കൊണ്ട് ജഗത് നിയന്താവിനെ അർച്ചിക്കുന്നു. ദേവന്മാരൊക്കെ ഈശ്വരന് അർച്ചന ചെയ്യുന്നു. നമ്മളും എന്ത് ചെയ്യണം? അത് തന്നെ ചെയ്യണം. നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ ഈശ്വര ആരാധനയാക്കി മാറ്റണം എന്നുള്ളതായിട്ടുള്ള അതിന്റെ ഏറ്റവും ചുരുങ്ങിയ ക്ലൂകളാണ് ഇതൊക്കെ. വേദമന്ത്രം എന്ന് പറഞ്ഞാല് ക്ലൂകളേ ഉള്ളൂ. വിസ്തരിക്കാൻ നമ്മൾ മറ്റ് പുരാണ ഇതിഹാസങ്ങള്, ഭഗവത്ഗീത മുതലായതൊക്കെ എടുത്തു വേണം വ്യാഖ്യാനിക്കാൻ. ഇതൊക്കെ ഇത്രയും വ്യാഖ്യാനിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല, നമുക്ക് ഓടണം അല്ലെ. അടുത്ത പരിപാടി എന്താ? അതിന്റെ ആൾക്കാർ വന്നോ? ഇല്ല. അടുത്ത പരിപാടി എന്താണ്? നൃത്തനൃത്യങ്ങൾ. അപ്പൊ കുട്ടികളൊന്നും എത്തിയിട്ടില്ല. നമുക്ക് അത്രയും നേരം അവരെത്തുന്നത് വരെ തുടരാം.
അപ്പോ സപ്താസ്യാസൻ പരിതയഃ ത്രിസപ്ത സമിധകൃതാഃ ദേവായജ്ഞം തന്വാനാഃ അപദ്നുൻ പുരുഷം പശും. സപ്താസ്യാസൻ പരിതയഃ ത്രിസപ്ത സമിധകൃതാഃ ദേവായജ്ഞം തന്വാനാഃ അപദ്നുൻ പുരുഷം പശും. അസ്യ സപ്തപരിതയഃ ആസൻ. അസ്യ എന്ന് പറയുമ്പോൾ ഈ വിശ്വരൂപമായ പുരുഷന് സപ്തപരിതയഃ 7 പരിധികൾ ഉണ്ടായി. പരിധി എന്ന് പറഞ്ഞാൽ ചുറ്റി വ്യാപിച്ചിരിക്കുന്നത് എന്നാണ്. പരിതഃ ധീയത്തെ ചുറ്റി നിറഞ്ഞിരിക്കുന്നത്, ചുറ്റി ആധാരമായിരിക്കുന്നത്, ചുറ്റി ധരിക്കപ്പെട്ടിരിക്കുന്നത് പരിധി. അപ്പൊ എന്താണ് പരിധി? ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ ചുറ്റും ആ ചൈതന്യം വിവിധ ഭാവങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. നമ്മള് പുരാണങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് വർണ്ണിക്കുന്നുണ്ട് ഈ ഭൂമി അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടം. ഈ ബ്രഹ്മാണ്ടം ഏറ്റവും സ്ഥൂലമായിട്ടുള്ള പൃഥ്വീ തത്വമാണ്. നമ്മൾ കാണുന്നതായിട്ട് ഈ പ്രപഞ്ചം അത് പൃഥ്വീ തത്വം. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ഥൂലമായ ഭൂമി തത്വം. ഇതിന്റെ ചുറ്റും ജലതത്വം വ്യാപിച്ചിരിക്കുന്നു. അതിന്റെ സൂക്ഷ്മ രൂപത്തില് നമ്മൾ കാണുന്ന വെള്ളമല്ല, H2O അല്ല, അവിടെ ജലത്തിന്റെ തന്മാത്രകൾ വ്യാപിച്ചിരിക്കുന്നു. അത് മാത്രമല്ല ഈ സ്ഥൂല ഭൂമിയുടെ ചുറ്റും സൂക്ഷ്മ ഭൂമിയുടെ തന്മാത്രകൾ വ്യാപിച്ചു കിടപ്പുണ്ട്. ഭൂമിയുടെ സൂക്ഷ്മ തന്മാത്രകളുണ്ട്. ആ സൂക്ഷ്മ തന്മാത്രകള് പരസ്പരം മറ്റു ഭൂതങ്ങളുമായി കൂടിച്ചേർന്ന് പഞ്ചീകരണം എന്നുള്ള ഒരു എന്താ പറയുക, എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടാണ് എന്തുണ്ടാവുന്നത്? സ്ഥൂല ഭൂമി ഉണ്ടാവുന്നത്, സ്ഥൂലമായ പൃഥ്വി തത്വം ഉണ്ടാകുന്നത്. അതിനൊക്കെ കാരണമായിട്ടുള്ള സൂക്ഷ്മ ഭൂമിയുണ്ട്. ഭൂമിയുടെ തന്മാത്ര, കലർപ്പില്ലാത്ത ഭൂമി, അതാണ് തന്മാത്ര. തന്മാത്ര എന്ന് പറഞ്ഞാൽ അത് മാത്രമായിരിക്കുന്ന അവസ്ഥ. ഗന്ധരൂപത്തില് ഗന്ധം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ അതിനും പുറത്തായിട്ട് അതിന്റെ 10 ഇരട്ടി വലിപ്പത്തില് ജലതന്മാത്ര, കാണുന്ന ജലമല്ല, ജലത്തിന്റെ സൂക്ഷ്മ രൂപം. അതിന്റെ ചുറ്റും 10 ഇരട്ടി വലിപ്പത്തിലായിട്ട് അഗ്നി തന്മാത്ര നിറഞ്ഞിരിക്കുന്നു. അതിന്റെ ചുറ്റും 10 ഇരട്ടി വലിപ്പത്തില് വായു തന്മാത്ര, അതിന്റെ ചുറ്റും 10 ഇരട്ടി വലിപ്പത്തില് ആകാശ തന്മാത്ര, അതിന്റെ ചുറ്റും 10 ഇരട്ടി വലിപ്പത്തില് അഹങ്കാര തത്വം, അതിന്റെ ചുറ്റും 10 ഇരട്ടി വലിപ്പത്തില് മഹത്തത്വം, അതിന്റെ ചുറ്റും 10 ഇരട്ടി വലിപ്പത്തില് മൂലപ്രകൃതി അല്ലെങ്കിൽ അവ്യക്തം എന്നൊക്കെ പറയുന്ന ഭാവം. ഇങ്ങനെ 10 ഇരട്ടി മൾട്ടിപ്പിൾഡ് ആയിട്ട് ചുറ്റി പരിധികളുണ്ട്. ഈ പ്രപഞ്ചം പ്രളയകാലത്ത് ഈ കാണുന്നതെല്ലാം ഈ പറഞ്ഞതിലേക്ക് ലയിച്ച് പോകും. അവസാനം ഒന്നും കാണാതെ എല്ലാം അവ്യക്തത്തിലേക്ക് പോകും. ഇതൊക്കെ വളരെ വിശദീകരിച്ച് പറയേണ്ട വിഷയങ്ങളാണ്. അപ്പൊ അതാണ് ഈ പരിധികൾ എന്ന് പറഞ്ഞാൽ ഈ പുരുഷനെ ചുറ്റി തന്മാത്രകൾ വ്യാപിച്ചിരിക്കുന്നു, പരിധികളായിട്ടിരിക്കുന്നു. 7 പരിധികൾ, 7 മേഖലകൾ, 7 മണ്ഡലങ്ങൾ വ്യാപിച്ചിരിക്കുന്നു അർത്ഥമാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ട് ആ പരിധികളുടെ സ്ഥൂലമായിട്ടുള്ള സപ്തധാതുക്കൾ. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ സപ്തധാതുക്കൾ ഉള്ളത്, അതുപോലെ പ്രപഞ്ചത്തിന്റെ ചുറ്റിയിട്ട് സപ്തധാതുക്കൾ സൂക്ഷ്മ രൂപത്തിലിരിക്കുന്നു. ഇതൊരു തത്വമാണ്. ത്രിസപ്തഃ സമിധകൃതാഃ. ത്രിസപ്തഃ എന്ന് പറഞ്ഞാൽ 21. 3 സപ്ത 7 3 എത്രയാ? 21. 21 തത്വങ്ങൾ സമിതഃ കൃതാഃ സമതകളാക്കി ചെയ്യപ്പെട്ടു. സമിത്ത് എന്ന് പറഞ്ഞാൽ ചമത, ഹോമത്തിന് ഉപയോഗിക്കുന്ന ആ വിറകിന്റെ കമ്പ്. പ്ലാശ് എന്ന് പറയുന്ന ചെറിയ വൃക്ഷത്തിന്റെ കമ്പുകളാണ് ചമത, സമിത്ത് എന്ന് പറയുന്നത്. ആ സമിത്തുകള് 21 വേണം ഏത് ഹോമവും ചുരുങ്ങിയിട്ട് ചെയ്യാൻ. ഗണപതി ഹോമമൊക്കെ ചെയ്യുമ്പോൾ 21 ചമതയാണ് എടുത്തു വയ്ക്കുക. എന്നിട്ട് അതിനെ നെയ്യിൽ മുക്കി ദർഭയോടുകൂടി ഹോമിക്കും, മന്ത്രങ്ങൾ ചൊല്ലിയിട്ട്. അപ്പൊ 21 പ്രാവശ്യമാണ് മന്ത്രം. അപ്പൊ ഈ 21 എന്നുള്ളത് 21 തത്വങ്ങളാണ്. ഇതൊക്കെയാണ് പഞ്ച തന്മാത്രകൾ, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി മുതലായിട്ടുള്ള പഞ്ചഭൂതങ്ങള്. അതുപോലെ തന്നെ
പഞ്ചപ്രാണങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ മൊത്തത്തിൽ അന്ധകരണത്തിന്റെ തത്വം. ഇങ്ങനെ 21 തത്വങ്ങളായിട്ടാണ് ഇതിനെ ഹോമിക്കുന്നത്. ഇതിന്റെ സമഷ്ടിഭാവം ചിന്തിച്ചുകൊണ്ട്. അപ്പൊ എന്നെ ഞാനാക്കുന്ന 21 തത്വങ്ങളെ, 21 മെറ്റീരിയൽസിനെ ഞാനിതാ ഹോമിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഹോമിക്കുകയാണ്. എന്റെ ശരീരത്തില് ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. പഞ്ചഭൂതങ്ങളുണ്ട്, പഞ്ച പ്രാണങ്ങളുണ്ട്, പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് എന്ന അന്ധകരണം. എത്ര? 21. ഈ 21നെയും ഞാൻ ഹോമിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് 21 ചമതകളെ കൊണ്ട് 21 പ്രാവശ്യം മന്ത്രം ചൊല്ലി സമർപ്പിക്കുന്നത്. അപ്പൊ അതാണ് ത്രിസപ്ത സമിത കൃതാഹ എന്ന് പറയുന്നത്. 21 സമിത്തുക്കൾ ഉണ്ടായി. ദേവാ യജ്ഞം തന്വാനാഹ അഭദ്രൻ പുരുഷം പശും. യജ്ഞം തന്വാനാഹ ദേവാഹ, ഈ യജ്ഞത്തെ വിസ്തരിക്കുന്നവരായ ദേവന്മാര് പുരുഷം പശും അഭദ്രൻ, ആ പുരുഷനാകുന്ന പശുവിനെ ബന്ധിച്ചു. ഇവിടെ പശു എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള പശു സ്വഭാവം, മൃഗസ്വഭാവം. ഇവിടെ എന്താ പശു സ്വഭാവം എന്ന് പറഞ്ഞാല് മനസ്സിന്റെ അലച്ചിൽ. പശുക്കൾ എന്താ ചെയ്യാ? അന്വേഷിച്ചു നടക്കും, ആഹാരത്തിനും ഇണയെ തേടിക്കൊണ്ടും, അല്ലെ? എപ്പോഴും മൃഗയതീതി മാർഗണം ചെയ്യുക എന്നുള്ള തെരയുക. ആ തെരയുന്നതാണ് സ്വഭാവം ആരുടെ? എല്ലാ മൃഗങ്ങളുടെയും. അപ്പൊ ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എപ്പോഴും ഭക്ഷണം അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നവരെ മൃഗങ്ങൾ എന്ന് പറയുന്നു. ആ മൃഗങ്ങളെ തന്നെയാണ് പശു എന്നും പറയുന്നത്. കണ്ടത് മാത്രം സത്യം എന്ന് കരുതി ബന്ധിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ്. പാശത്താൽ ബന്ധിക്കേണ്ടത് പശു, അല്ലെങ്കിൽ കാണാൻ മാത്രം സാമർഥ്യമുള്ളത്, ചിന്തിക്കാൻ കഴിവില്ലാത്തത് പശു. പശ്യതീതി പശു. പാശബന്ധം കൊണ്ട് അടക്കേണ്ടത് പശു. അപ്പൊ നമ്മുടെ ഉള്ളിലും പാശബന്ധം ചെയ്യേണ്ട പശുക്കളുണ്ട്. എപ്പോഴും ബഹിർമുഖങ്ങളായി ഓരോ വിഷയങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന നമ്മിലെ മൃഗം. ആ മൃഗത്തെ ബന്ധിച്ചു എന്നാണ് ഇവിടെ അഭദ്രൻ പുരുഷം പശും. ഈ പുരുഷനാകുന്ന, ജീവനാകുന്ന, അഥവാ നമ്മുടെ മനസ്സാകുന്ന പശുവിനെ ദേവന്മാർ ബന്ധിച്ചു എന്ന് പറഞ്ഞാലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലെ പശുവിനെ ബന്ധിക്കണം. ഇതിന്റെ പ്രതീകമായിട്ടാണ് യാഗങ്ങൾ നടക്കുമ്പോ ഒരു രൂപത്തിൽ, ഒരു കുറ്റിയില് ഒരു പശുവിനെ ബന്ധിക്കുന്നത്. ആ പശുവിനെ കൊല്ലാൻ പാടില്ല, കൊല്ലാൻ വേണ്ടിയിട്ടല്ല. പശു ആലംബനം എന്നാണ് കർമ്മത്തിന്റെ പേര്. ആ പശുവിനെ ഉപാസിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആ പശുവിനെ കണ്ട്, ആ പശുവിനെ ബന്ധിക്കും പോലെ നമ്മുടെ മനസ്സിനെയും ബന്ധിക്കാൻ വേണ്ടി, മനസ്സിനെ ബന്ധിക്കുന്നതിന്റെ പ്രതീകാത്മകമായിട്ടാണ് പശുവിനെ ബന്ധിക്കുന്നത്. പക്ഷെ മൂഢന്മാര് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ പറയുന്ന വേദമന്ത്രങ്ങളുടെയും അർത്ഥം അറിയാതായതോടുകൂടിയിട്ട് ആ പശുവിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തുടങ്ങി, എന്നിട്ട് തിന്നാൻ തുടങ്ങി. വൈദിക കർമ്മങ്ങളൊക്കെ വഴിതെറ്റിപ്പോയത് അർത്ഥമറിയായ്മ കൊണ്ടാണ്. കാലം കൊണ്ട് അർത്ഥം മാറി മാറി പോയി. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ പശുവിനെ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പശുവിനെ ബന്ധിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് പുറത്തെ യാഗങ്ങളിൽ പശുവിനെ ബന്ധിക്കുക. ഇവിടെ ദേവന്മാർ എന്ത് ചെയ്തു? അവരുടെ മനസ്സാകുന്ന പശുവിനെ ബന്ധിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തില് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിനെ അടക്കണം. നമ്മുടെ അഹങ്കാരത്തെ, സ്വാർത്ഥതകളെ, ആഗ്രഹങ്ങളെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തപസ്സാക്കി മാറ്റണം, യജ്ഞമാക്കി മാറ്റണം, ഈശ്വരാർപ്പണമാക്കി മാറ്റണം. തോന്നിയവാസം കാണിക്കാനുള്ള സ്ഥലമല്ല ഈ ലോകം. ഈ പശുവിനെ ബന്ധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പശു ഇങ്ങനെ അലഞ്ഞു തിരിയും, തോന്നിയവാസമൊക്കെ ചെയ്യും. മനസ്സാകുന്ന പശു അലഞ്ഞു തിരിയും. ഇന്നത്തെ ലോകം അങ്ങനെയാണ്, അല്ലെ? ഇപ്പൊ ആർക്കും എന്ത് തോന്നിയവാസവും കാണിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് അത് പതിച്ചു. എന്താ കാരണം? ഈ പശുവിനെ ബന്ധിക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ആ സ്വാതന്ത്ര്യം വേണം, ഈ സ്വാതന്ത്ര്യം വേണം, ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരില് എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. അപ്പോ എന്താണ് നമ്മൾ ലോകത്തിന്
സന്ദേശം കൊടുക്കേണ്ടത് ഏത് മാധ്യമത്തിലൂടെയാണെങ്കിലും, അതിപ്പോ ടിവിയിലെ ന്യൂസുകളാവട്ടെ, സീരിയലുകളാവട്ടെ, സിനിമകളാവട്ടെ, പത്രമാധ്യമങ്ങളാകട്ടെ, എല്ലാം മനുഷ്യരെ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആവാൻ വേണ്ടി, ഓരോരുത്തരും ലോകത്തിന് ഉപകാരമുള്ളവരാവാൻ വേണ്ടി ഉള്ള സന്ദേശങ്ങളാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇതിപ്പോ ഓരോ ദിവസം കഴിയുന്തോറും അവനെ വയലന്റ് ആക്കിക്കൊണ്ടുള്ള, അവന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അവനെ കൂടുതൽ എന്താ പറയുക, പ്രകോപിപ്പിച്ചും പ്രലോഭിപ്പിച്ചും മൃഗങ്ങളെക്കാൾ വയലന്റ് ആക്കിക്കൊണ്ടാണ് അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? ആർക്കും ആരെയും നിയന്ത്രിക്കാൻ ഇപ്പോ സാധിക്കുന്നില്ല. പറ്റുണ്ടോ? അമ്മമാർക്ക് മക്കളെ നിയന്ത്രിക്കാൻ പറ്റുണ്ടോ? ഉണ്ടോ? നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? വലിയ വലിയ ഉയർന്ന ഉദ്യോഗത്തിലുള്ളവർക്ക് താഴെയുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവരുടെയും അനിയന്ത്രിതമായിട്ടുള്ള അരാജകത്വം വന്നു. എല്ലാവരുടെയും യൂണിയനുകളായി. അപ്പൊ പിന്നെ താഴെയുള്ളവനെ ഒന്ന് മൂക്ക് ഇതാക്കി ശാസിച്ചാൽ, ഒന്ന് മീശ പിരിച്ചാൽ അപ്പൊ സിന്ദാവാ സിന്ദാവാ. അല്ലേ? എല്ലായിടത്തും സ്കൂളിലെ കുട്ടികളെ ഒന്ന് വരട്ടിയാൽ, ഒന്ന് വടിയെടുത്താൽ സിന്ദാബാദായി, സമരമായി. അപ്പൊ എവിടെയും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. എല്ലാരും ഈ അഴിച്ചുവിട്ട പശുക്കളായിട്ട്, തെരുവിൽ അലയുന്ന പശുക്കളായിട്ട് ഈ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശുവിനെ ബന്ധിക്കുന്നില്ല. പശുവിനെ ബന്ധിച്ചാലേ ഇവിടെ എല്ലാവർക്കും മര്യാദയ്ക്ക് കഴിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള പശുവിനെ ബന്ധിക്കണം. അപ്പൊ ദേവന്മാര് അവരുടെ കർമ്മം ചെയ്യുമ്പോൾ പശുവിനെ, പുരുഷനാകുന്ന പശുവിനെ, മനസ്സാകുന്ന പശുവിനെ ബന്ധിച്ചു എന്നാണ്. ഇവിടെ പുരുഷൻ എന്നത് മനസ്സ് എന്നുള്ളതായിട്ട് രീതിയിൽ എടുക്കണം. അപ്പൊ മനസ്സാകുന്ന പശുവിനെ ബന്ധിച്ചു. ഈ മനസ്സാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. സമഷ്ടി മനസ്സാണ് ഈ പ്രപഞ്ച സൃഷ്ടിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മനസ്സിനെ അടക്കിയില്ലെങ്കിൽ അടക്കമില്ലാത്ത സൃഷ്ടികളായിരിക്കും ഉണ്ടാവുക. അല്ലേ? ചിന്തിക്കുക. അപ്പൊ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതിന്റെ ഒരു സാമാന്യം അർത്ഥം പറഞ്ഞു പോകണം. തം യജ്ഞം ബർഹിഷി പ്രൗക്ഷന് പുരുഷം ജാതമഗ്രതഃ തേന ദേവാ അയജന്ത സാധ്യാ ഋഷയശ്ച യേ. തം യജ്ഞം ബർഹിഷി പ്രൗക്ഷന് പുരുഷം ജാതമഗ്രതഃ തേന ദേവാ അയജന്ത സാധ്യാ ഋഷയശ്ച യേ. ഇവിടെ ജാതം അഗ്രതഃ പുരുഷം, രണ്ടാമത്തെ വരിയില് അഗ്രതഃ ജാതം തം പുരുഷം. അഗ്രതഃ ജാതം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മുമ്പേ ജനിച്ചവൻ, എല്ലാറ്റിനും മുമ്പേ ഉണ്ടായവൻ. ഈ വിരാട് പുരുഷനാണ് ആദ്യം ഉണ്ടായത്. ആ വിരാട് പുരുഷനിൽ നിന്നാണ് എല്ലാ ജീവന്മാരും, എല്ലാ ലോകവും ഉണ്ടായി വന്നത്. അപ്പോ ഏറ്റവും ആദ്യജാതനായ പുരുഷൻ. അഗ്രതഃ ജാതം തം യജ്ഞം പുരുഷം. ആ യജ്ഞപുരുഷനെ, ഈ പുരുഷനെ യജ്ഞപുരുഷൻ എന്നും പറയാം. ഭഗവാന്റെ ഈ വിരാട് രൂപത്തെ യജ്ഞസ്വരൂപമായിട്ട് പറയാം. കാരണം ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരസ്പരം പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? ഈ ലോകത്തിലുള്ള സകലതും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ സഹായിച്ച് പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചമേ ഒരു യജ്ഞമാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു യജ്ഞമാണ്. കാറ്റ് വീശുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, പുഴയൊഴുകുന്നത്, മഴ പെയ്യുന്നത്, അഗ്നി ചൂടുള്ളതായിരിക്കുന്നത്, ഓരോന്നും അതാതിന്റെ ധർമ്മം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു യജ്ഞമാണ്. ഒരു മഹായജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ പ്രപഞ്ചം ഒരു മഹായജ്ഞശാലയാണ്. അപ്പോ ആ വിരാട് രൂപൻ യജ്ഞപുരുഷൻ തന്നെയാണ്. ആ യജ്ഞപുരുഷനാണ് ആദ്യം ജാതനായത്. അഗ്രതഃ ജാതം തം യജ്ഞം പുരുഷം ബർഹിഷി പ്രൗക്ഷന്. ബർഹിഷി പ്രൗക്ഷന്, ബർഹിസ എന്ന് പറഞ്ഞാല് യജ്ഞം. ബർഹിഷി യജ്ഞത്തിൽ, അല്ലെങ്കിൽ ബർഹിസ എന്ന് പറഞ്ഞാൽ ദർഭ എന്നും അർത്ഥമുണ്ട്. ആ ദർഭ കൊണ്ട് പ്രോക്ഷണം ചെയ്തിട്ട്, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പുണ്യാഹം അല്ലെ തളിക്കും. എന്തുകൊണ്ടാ തളിക്കേണ്ടത്? ദർഭ കൊണ്ടാണ് പുണ്യാഹം തളിക്കേണ്ടത്. ആ ദർഭ കൊണ്ട് പുണ്യാഹം തളിക്കുന്നു. അതാണ് പ്രോക്ഷണം ചെയ്യാന്ന് പറയാ. അപ്പൊ ബർഹിഷി പ്രൗക്ഷന്, ആ ദർഭകളെ കൊണ്ട് യജ്ഞപുരുഷനെ ശുദ്ധമാക്കിയിട്ട്, ഈ പ്രപഞ്ച ശരീരത്തെ ശുദ്ധമാക്കിയിട്ട്,
നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ശുദ്ധമായിട്ട് വേണം ചെയ്യാൻ, ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഒരു യജ്ഞത്തിലെ ഓരോ ദ്രവ്യങ്ങളും എങ്ങനെ കരുതലോടെ ശുദ്ധമായിട്ട് ഉപയോഗിക്കണമോ, എന്തൊരു സാധനം എടുക്കുമ്പോഴും അതിനെ പ്രോക്ഷണം ചെയ്യും. ഏത് ദ്രവ്യമാകട്ടെ, ഏത് ഉപകരണമാവട്ടെ, അത് തൊടുമ്പോഴേക്കും അതിലേക്ക് ഒരു തുള്ളി വെള്ളം തളിച്ചിട്ടേ അത് തൊടുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലേ, പൂജയൊക്കെ ചെയ്യുമ്പോൾ ഓരോ മന്ത്രത്തിന്റെ ഇടയിലും പൂജകളുടെ ഓരോ ഇത് കഴിയുമ്പോഴും കൂട്ടത്തിലൊരു മന്ത്രം പോലെ ഒരു ഉച്ചാരണമുണ്ട്. അത് മന്ത്രമല്ല. ഉപസ്പൃശ്യ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വെള്ളം. ഉപസ്പൃശ്യ തൊട്ടിട്ട്, വെള്ളം തൊട്ടിട്ട് എന്ന് പറഞ്ഞ മന്ത്രങ്ങളുടെ ഇടയിൽ ചില മന്ത്രങ്ങളുണ്ട്. ഇത് അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്, അല്ലാതെ അതൊരു പ്രത്യേക മന്ത്രമല്ല. മന്ത്രം വേറെ. ആ മന്ത്രത്തിന്റെ ഇടയില് ഒരു ദീപാരാധന കഴിഞ്ഞു അല്ലെ, ആ ദീപ കുറ്റിയുണ്ടല്ലോ, അതിങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് അത് സമർപ്പിച്ച് നമ്മൾ തൊഴുത് മാറ്റിവെച്ചാൽ നമ്മുടെ കൈ ശുദ്ധാക്കണം. മറ്റൊരു ദീപക്കുറ്റി എടുക്കുന്നതിന് മുമ്പ് കൈ ശുദ്ധാക്കിയിട്ടാണ് ഇതെടുക്കേണ്ടത്. ദീപാരാധനയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ലേ, ഒറ്റ വിളക്ക്, 3 വിളക്ക്, 5 വിളക്ക്, 7 വിളക്ക്, അനേക വിളക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് അവസാനം കർപ്പൂരം കാണിക്കും അല്ലെ ദീപാരാധനയിൽ. അപ്പൊ ഓരോന്ന് തൊടുമ്പോഴും എന്ത് ചെയ്യണം? ഓരോന്നെടുക്കുമ്പോഴും വെള്ളം തൊടണം. ഇത് വൈദികമായിട്ടുള്ള സംസ്കാരമാണ്. എന്ത് ചെയ്യുമ്പോഴും പ്രോക്ഷണം ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ നിങ്ങൾക്കൊരു സാധനം തരുമ്പോൾ എന്റെ കൈ ശുദ്ധമായിരിക്കണം. മേടിക്കുന്ന നിങ്ങളുടെ കൈയും ശുദ്ധമായിരിക്കണം. അപ്പോഴേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ, നല്ല പ്രയോജനം ഉണ്ടാവണമെങ്കിൽ. അപ്പൊ ആ ശുദ്ധി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, നമ്മുടെ ധർമ്മത്തിന്റെ ഒരു അംഗമാണ്. ധർമ്മത്തിന് 4 പാദങ്ങളാണ്. ഒന്ന് അഹിംസ, മറ്റൊന്ന് സത്യം, മറ്റൊന്ന് തപസ്, മറ്റൊന്ന് ശൗചം. ശൗചം ധർമ്മത്തിന്റെ ഒരു പാദമാണ്. ശുചി, ക്ലെൻലിനെസ്, മനസ്സിനും ശരീരത്തിനും വാക്കിനും ചെയ്യുന്ന പ്രവൃത്തിക്കുമൊക്കെ ശുദ്ധി, അതാണ് ശൗചം. അപ്പൊ ശൗചം എന്നുള്ളത് നമ്മൾ എപ്പോഴും അഭ്യസിക്കണം. അപ്പോഴേ നമ്മുടെ മനസ്സും നിഷ്കളങ്കമായിരിക്കുള്ളൂ, ശുദ്ധമായിരിക്കുള്ളൂ. എപ്പോഴും അഴുക്കിൽ കിടന്ന് കളിച്ചാൽ നമ്മുടെ മനസ്സും അഴുക്ക് പുരണ്ടതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉടുക്കുന്ന വസ്ത്രം നല്ലത് ശുദ്ധമുള്ളതാവട്ടെ, നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധമുള്ളതാകട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങള്, പാത്രങ്ങള് എന്തൊക്കെ എടുക്കുന്നുണ്ടോ ഒക്കെ ശുദ്ധമുള്ളതാകട്ടെ. ഏത് ചെയ്യുമ്പോഴും ശുദ്ധി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ബർഹിഷി പ്രൗക്ഷന്. യജ്ഞം ചെയ്യുമ്പോൾ എന്തും പ്രോക്ഷണം ചെയ്ത് ശുദ്ധമാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഈ ശുദ്ധി മാതൃകയാക്കുക, ഇതിൽ നിന്ന് പഠിക്കുക. ഈ യജ്ഞവും പൂജയും ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ശുദ്ധിയും സമർപ്പണവും ഉള്ളത്, അത് നിങ്ങളുടെ ജീവിതത്തിലും പകർത്തുക. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ ശുദ്ധിയോടുകൂടി ചെയ്യുക. അങ്ങനെ തേന ദേവാഹ യേ സാധ്യാഹ ഋഷയഃ, അവരെല്ലാവരും അയജന്ത. തേന, ആ ഈശ്വരന് വേണ്ടി ദേവാഹ ദേവന്മാരും, സാധ്യാഹ സാധ്യന്മാരെന്ന് പറയുന്ന ദേവവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും, ഋഷയശ്ച ഋഷികളും പ്രജാപതികളും എല്ലാവരും അവരവരുടേതായിട്ടുള്ള ധർമ്മത്തെ ചെയ്തു. അയജന്ത എന്ന് പറഞ്ഞാൽ യജനം ചെയ്തു, യജ്ഞം ചെയ്തു. അപ്പൊ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായ യജ്ഞമാക്കി ചെയ്തു. നമ്മുടെ പൂർവീകരൊക്കെ അവരുടെ ജീവിതം യജ്ഞമാക്കി, അവരുടെ കർമ്മങ്ങളൊക്കെ യജ്ഞമാക്കി. നമ്മളോ തോന്നിയവാസമാക്കി. എങ്ങനെ മാറ്റാം? ഈശ്വരാർപ്പണമാക്കിക്കൊണ്ട്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെയൊക്കെ ഈശ്വരാർപ്പണമാക്കിയാൽ അത് ശുദ്ധമാകും, അത് ഉത്തമമാകും, അത് യജ്ഞമാകും. അപ്പൊ അതിന് നമ്മുടെ പൂർവീകരായിട്ടുള്ള ദേവന്മാര്, ഋഷികള്, സാധ്യന്മാരൊക്കെ മാതൃക കാണിച്ചു തന്നു എന്ന് പറയുന്നതാണ്. തം യജ്ഞം ബർഹിഷി പ്രൗക്ഷന് പുരുഷം ജാതമഗ്രതഃ തേന ദേവാ അയജന്ത
സാധ്യാർഷയശ്ചയേ. നമുക്ക് നാളെ തുടരാം. നമ്മുടെ കുട്ടികളൊക്കെ വന്നു. ഓം തച്ഛം യോരാവൃണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപതയേ ദൈവീ സ്വസ്തിരസ്തു നഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ജിഗാതു ഭേഷജം ശന്നോ അസ്തു ദ്വിപദേ ശം ചതുഷ്പദേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. നാളെ കാണാം. നാളെ ലേശം വൈകും എന്നുള്ളത് ഓർമ്മ വയ്ക്കുക. വരുന്നത് जय श्री राम जय राम जय जय राम. പാലക്കാട് കോട്ടക്കകം ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമനവമി മഹോത്സവത്തോടനുബന്ധിച്ച് 5ാം ദിവസമായ ഇന്ന് സായം സന്ധ്യയിൽ ഭക്തി പ്രഭാഷണം പുരുഷ സൂക്തം എന്ന വിഷയത്തെ വ്യാഖ്യാനം ചെയ്ത് പ്രഭാഷണം അവതരിപ്പിച്ച സംപൂജ്യ സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി ഓലശ്ശേരി